നീ പിന്നെ ഉണ്ടാക്കാനായിട്ടാ നീ ഇവിടെ വന്നത്? നീ എന്താണ് പറഞ്ഞത്? ദാസേട്ടനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. പുള്ളിക്കാരൻ ആർക്കും അയാൾക്ക് പ്രയോജനം ഇല്ലാതെ അയാൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കത്തില്ല. ശ്രീലക്ഷ്മി അല്ല രേഷ്മ എന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മിക്ക് ചിലപ്പോൾ അങ്ങനെ റീച്ചിനോ അല്ലെങ്കിൽ ഇടാനോ ശ്രീലക്ഷ്മി പോവായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ത്തിന് മേളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി എടുക്കാൻ 10-15K ഉള്ള ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് ചെല്ലുന്നത്? റീച്ച് പ്രതീക്ഷ, അല്ല വേറൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ റീച്ച് എനിക്ക് കിട്ടിയില്ല. അതെന്താ കാരണമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ, അവർക്കറിയാം. എനിക്കറിയാവുന്ന ശ്രീലക്ഷ്മി കിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്, എനിക്ക് കേട്ടതില്ലെന്ന്. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു ഇവളുടെ കുവൈറ്റിലെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞ് FB-ക്കകത്തുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും സത്യമല്ല. ലൈവ് വന്നിട്ട് പറയാം, ഞാൻ ഇന്നടത്ത് അകപ്പെട്ട് കിടക്കുമോ, എന്നെ രക്ഷിക്കണം, ഞാനിവിടെ ഇതാന്ന് പറയായിരുന്നല്ലോ. ഇവൾ എന്തുകൊണ്ടത് പറഞ്ഞു? ഇവൾ അവിടെ ടിക്ടോക്ക് ചെയ്ത് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്തുവാണ് അന്നേരം കുവൈറ്റ് അനുഭവിച്ചത്? അതായത് പെണ്ണുങ്ങളെ വളയ്ക്കാനും വേണ്ടിയിട്ട് സിനിമ ഫീൽഡ് കൂടെ പിടിച്ചിട്ട്, അല്ല ഞാൻ കാസ്റ്റിംഗ് ആണ്, അല്ല ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയിട്ട് തന്നെ കുറെ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ഇവിടെ നേവലി പൊളിയാണ്, മറ്റുള്ളവരുടെ കണക്കല്ല. ചില നടിമാരെയൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടയിലുള്ളത് സോഷ്യൽ മീഡിയ താരവും അഭിനേതാവുമായ രേഷ്മ പ്രസാദാണ്. സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് രേഷ്മ പ്രസാദ്, സ്ഥലം ആലപ്പുഴയാണ്. പിന്നെ മാരീഡാണ്. സോഷ്യൽ മീഡിയ ഞാൻ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഫേസ്ബുക്കിലും യൂട്യൂബിൻ്റെ അകത്ത് അത്ര ഇതല്ല, അല്ലാതെ ചെയ്യുന്നുണ്ട് റീൽസ്. അത്യാവശ്യം വലിയ കുറച്ചെന്നല്ലെങ്കിലും 58-59K ഫോളോവർ ആയിട്ടുണ്ട് ഇപ്പം. അങ്ങനെയൊക്കെ പോന്നു. നമ്മൾ മെയിനായിട്ട് താങ്കളെ തേടി വരാൻ കാരണം താങ്കളിട്ട ഇൻസ്റ്റാഗ്രാമിലിട്ട ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള റീലാണ്. ആ ഒരു പരിഹാസ രൂപേണ ഇട്ട റീല്, അത് എന്തായിരിക്കും അങ്ങനെ ഇടാൻ കാരണം? അത് എനിക്കൊരു ശ്രീലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ശ്രീലക്ഷ്മിയായിട്ട് വ്യക്തിപരമായിട്ട് ഇഷ്യൂകളൊന്നും ഇല്ല. പിന്നെ വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അവളെൻ്റെ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പം നിലവിൽ ഫ്രണ്ടല്ല. അത് വെച്ചാൽ നമ്മൾ കോണ്ടാക്ട് ഇല്ല. അവളുടെ വഴിക്ക് അവൾ വർക്ക് ചെയ്യുന്നു, അല്ലെ റീൽസ് എടുക്കുന്നു, ഞാൻ എൻ്റെ രീതിയിൽ പോകുന്നു, അത്ര തന്നെ. നിങ്ങൾ രണ്ടുപേരും കൂടെ കൊളാബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അവള്. അങ്ങനെ ഒരു 5-6 എണ്ണം ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അവളുടെയും കൂടെ ID-ക്കകത്ത് കൊളാബ് ഇട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്തായിരുന്നു? അല്ല, ഞാൻ എറണാകുളത്തല്ല, എൻ്റെ വീട് ആലപ്പുഴയിലാണ്, മണ്ണഞ്ചേരി. അവൾ എറണാകുളത്തായിരുന്നു. അവൾ അന്നേരം ഞങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ് അവൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കുറേ നാള്. ഏകദേശം 2-3-4 ട്രിപ്പായിട്ട് 1 മാസത്തിന് മുകളിൽ അവൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്കിതിനെപ്പറ്റി വലിയ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞങ്ങൾ റീൽസ് എടുക്കുന്ന അത്ര തന്നെ. ഏതെങ്കിലും ഫിൽറ്റർ ഇടും, ഇഷ്ടപ്പെട്ടൊരു പാട്ടെടുക്കും, എൻ്റെ രീതിയിൽ റീൽസ് ഇടും, അത്ര തന്നെ. അങ്ങനായിരുന്നു. അപ്പം കൊളാബ് അടിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇവളാണ് എടി നമുക്ക് ഒന്നിച്ച് ചെയ്യാന്നും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അവള് നിപ്പുണ്ട്. എൻ്റെ കൂടെ 1-1.5 ആഴ്ച നിന്ന്, പിന്നെ അവള് പോയി, പിന്നെ വന്ന്. അങ്ങനെ എങ്ങനെയാണ് പരിചയം പുള്ളിക്കാരിയായിട്ട്? പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എനിക്ക് കൂടുതലും, ഒന്നാമത് ഞാൻ എക്സ്പോസ് ചെയ്ത് റീൽസ് ഇടുന്ന കാരണം കൂടുതലും ഫാൻസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ്, പെണ്ണുങ്ങൾ പൊതുവെ കുറവാണ്. പിന്നെ ചില ആൾക്കാരുണ്ട് പെണ്ണുങ്ങളുടെ ID, അതായത് പേര് പെണ്ണുങ്ങളുടെ ആയിരിക്കും, പ്രൊഫൈൽ പെണ്ണുങ്ങളുടെ ആയിരിക്കും, പക്ഷേ എങ്കിൽ ആ ചാറ്റിങ് അഥവാ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ആണുങ്ങളുടെ ആയിരിക്കും. അപ്പം ഒരു തവണ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പം എൻ്റെ 2-3-4 റീൽസിൻ്റെ അകത്ത് ഇവള് ലൈക്ക് ചെയ്തായിരുന്നു, ശ്രീലക്ഷ്മി. അപ്പം ശ്രീലക്ഷ്മിന്ന് പേരും ID ഉണ്ട്. അപ്പം ലൈക്ക് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു തവണ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട്. അപ്പം പലരും ഇടുന്നുണ്ട്, ആണുങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഇവള് പെണ്ണായത് കൊണ്ട് പൊതുവെ ആണുങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, പെണ്ണുങ്ങൾ കുറവാണ്. അപ്പം ഇവള് ഹായ് വിട്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് തിരിച്ച് ഒരു തവണ ഞാൻ ഹായ് കൊടുത്തിട്ട് ഇവള് റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പം ഞാൻ പിന്നെയും ഓൺലൈനിൽ കയറുന്ന സമയത്ത്, ഇവള് ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഹലോ എവിടാ വീടൊന്നും അങ്ങനെ എന്തോ ഞാൻ ചോദിച്ച് മെസ്സേജ് ഇട്ട് ഇവള് റിപ്ലൈ ഒന്നും ഇല്ല. ഞാൻ തന്നെ പല പ്രാവശ്യം അയച്ചിട്ട് ഇവള് അന്നേരം നോക്കത്തില്ല, മറുപടി തരത്തില്ല. പക്ഷെ ഇവള് ഓൺലൈനിൽ ആക്റ്റീവാണ്. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും
ഞാൻ ഇങ്ങനെ അയച്ചു വെച്ചാൽ എനിക്ക് തന്നെ ദേഷ്യം വന്നു. ഞാൻ അന്നേരം ഒരു ദിവസം ഞാൻ ഒരു വോയിസ് അയച്ചു, നീ എന്താ ആണുങ്ങൾക്ക് മാത്രം റിപ്ലൈ കൊടുക്കത്തുള്ളോ, ഞാൻ പെണ്ണായിട്ടാണോ നീ റിപ്ലൈ തരാത്ത എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് സോറി, പെണ്ണാണെന്ന് കരുതി ഒരു ഫ്രണ്ട് ആകാന്നുള്ള രീതിയിൽ ഞാൻ അയച്ചതാണ്, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇനി വിട്ടേക്കാൻ പറഞ്ഞ് ഞാൻ അതങ്ങ് കളഞ്ഞ്. അതോടുകൂടി അവിടെ ചാറ്റിംഗ് എല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു 2-3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് എന്റെ റീൽസിന് വീണ്ടും ഉള്ളിൽ ലൈക്ക് ഇട്ട് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഇവളുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ഇവൾ എന്നോട് ചാറ്റ് ചെയ്തു. അപ്പൊ ഇവളും വിചാരിച്ച് ഞാൻ ഇനി ബോയ് ആയിരിക്കും, ഗേളിന്റെ ഇതൊക്കെ എടുത്തിട്ട് ഫേക്ക് ഐഡി വല്ലതും ഉണ്ടാക്കിയിട്ട് ചെക്കന്മാര് വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഇവള് റിപ്ലൈ അന്ന് തരാഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ ചാറ്റ് ചെയ്ത് സംസാരിച്ച്, അവൾ ഇന്നടത്താണ് താമസിക്കുന്നത്, എറണാകുളത്താണ്, ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കൂട്ടായി എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്ക് കൊണ്ട് ഞങ്ങൾ കൂട്ടായി വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ച്. അങ്ങനെ ഇവൾ അവിടെ ഒറ്റയ്ക്കാ താമസം. അപ്പൊ ഞാനും ഇവിടെ എനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ല, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെ ഇല്ല. പിന്നെ പഠിച്ച കാലത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവരുമായിട്ട് വല്ലപ്പോഴും വിളിക്കും, പറയാത്രേ ഉള്ളൂ. അങ്ങനെ ഒരു തവണ ഞാൻ പറഞ്ഞു, എന്നാ നീ അവിടെ വർക്കൊന്നും ഇല്ല, ഒറ്റയ്ക്കല്ലേ താമസിക്കുക, എന്നാ നീ ഒരു ദിവസം ഇവിടോട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞ്. അത് ചോദിച്ചപ്പോൾ തന്നെ അതിനെന്താ വരാന്ന് പറഞ്ഞ് അടുത്ത ദിവസം അങ്ങോട്ട് തന്നെ ഞാൻ ഇവിടെ വിളിക്കാൻ പോയി. അവിടെ ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവിടോട്ട് വരാൻ. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കാനും വേണ്ടി എടപ്പള്ളി ചെന്ന് ഇവളെ കോണ്ടാക്ട് ചെയ്ത് ഇവള് വന്നു. ഞാൻ എൻ്റെ കൊച്ചുമായിട്ടാണ് പോയത്, കോണ്ടാക്ട് ചെയ്ത മോന അവനുമായിട്ട് പോയി. ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് 1-1.5 ആഴ്ചയോളം നിന്ന്, 5-6 ദിവസം ഇവൾ ഇവിടെ നിന്ന് ഞങ്ങൾ കൂട്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പോയി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്ന്, അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. പിന്നെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഇവിടെ വന്നു. എനിക്ക് എൻ്റെ അമ്മ ഒക്കെ ഉണ്ട്, അത് അവരാണേലും ഒരു മോളെ പോലെ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിന്ന് അങ്ങനെ കൂട്ടായി. അങ്ങനെ ഇവളിലൂടെയാണ് ഞാൻ ദാസേട്ടന്റെ റീൽസിന് പോയത്. എനിക്കറിയത്തില്ല ദാസേട്ടനെ, അന്നും അറിയത്തില്ല. ശ്രീലക്ഷ്മിക്ക് കൂട്ടുണ്ടായിരുന്നായിരിക്കും, അവള് എന്താ നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഏതോ ഒരു മൂവിയിലൊക്കെ വർക്ക് ചെയ്ത. അപ്പൊ ശ്രീലക്ഷ്മി ചെയ്തതാന്ന് പറഞ്ഞു, ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കില്ല, എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ അവൾക്ക് കുറച്ച് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന കാരണം അവൾക്ക് കുറെ ആൾക്കാർ അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. അന്നേരം എന്നോട് ഒരു ദിവസം ഇവള് വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് അവൾ എറണാകുളത്ത്, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടി ദാസേട്ടൻ കോഴിക്കോട് മറ്റേ തങ്കമണി എന്നൊക്കെ പറഞ്ഞ മൂവി ചെയ്തതാണ്, ചെറിയ ഒരു റോള് ചെയ്തതാ. അന്നേരം പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി, 500 സംതിങ് ഫോളോവർ ഉണ്ട്, 5 ലക്ഷത്തിന് മുകളിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, എടി ദാസേട്ടനായിട്ട് റീൽസ് ചെയ്യാൻ ഇവള് പോവാ, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഓൾറെഡി എനിക്ക് ഇവള് വന്ന ആ സമയത്ത് 10-15K ഉള്ളിൽ ഫോളോവർ ഉള്ളൂ. കഴിഞ്ഞ വർഷം അത്ര ഇല്ലായിരുന്നു. ഈ വർഷം ഒരു എക്സ്പോസ് ചെയ്ത റീൽസ് ഇട്ടാണ് എനിക്ക് റീച്ച് കയറിയത്. ഒറ്റയടിക്ക് അതൊരു 2.5-3 ലക്ഷം ആൾക്കാർ കണ്ട്. അങ്ങനെ പിന്നെ ഇതിന്റെ എന്താണ് എങ്ങനെ റീച്ച് കിട്ടണം എന്നുള്ള കണ്ടന്റ് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ആ രീതിയിൽ റീൽസ് ഇടാൻ തുടങ്ങി. അപ്പൊ ഇവൾക്ക് ഓൾറെഡി അത്ര ഫോളോവേഴ്സ് ഇല്ല. ഇവള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് വിട്ടിരുന്ന ലൈവിൽ പോയിട്ടുണ്ട്. ഇവള് എറണാകുളത്ത് നിൽക്കുമ്പോൾ ലൈവിൽ ഒന്നിച്ച് കയറാറുണ്ട്. പിന്നെ എന്റെ ഫോളോവർ കുറെ പേര് ഇവളെ ഫോളോ ചെയ്തിട്ടുണ്ട്. കുറെ പേര് എന്നോട് പറയും, രേഷ്മയുടെ പേരിലൂടെയാണ് ശ്രീലക്ഷ്മിനെ അറിയപ്പെട്ടതെന്ന് ഓരോരുത്തർ പറയാറുണ്ട്. അങ്ങനെ അന്നേരം ഇവളന്നേരം പറഞ്ഞു, നമുക്ക് അന്നേരം റീച്ച് കിട്ടുമടി ദാസേട്ടനോട് ചെയ്താ, നമുക്ക് പോയി ചെയ്താലോ എന്ന് ഓർത്തു. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതുവരെ അങ്ങനെ പുറത്തു പോയൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവള് പറഞ്ഞു, ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന്, അവളും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടെ റീൽസ് എടുക്കാനും വേണ്ടി പോയി. റീൽസ് എടുക്കാൻ പോയിട്ട് റീൽസ് എടുത്ത് ഞാനുമായിട്ട് 2 എണ്ണം എടുത്ത്, 2 കോസ്റ്റ്യൂമിൻ്റെ അകത്ത്, അവളുമായിട്ട് 1, 2, 3 എണ്ണം എടുത്ത്, മൊത്തം 5 എണ്ണം എടുത്ത്. ക്യാമറാമാനും ഒക്കെ വിളിച്ചോണ്ട് ദാസേട്ടൻ വന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അവളുടെ ആദ്യം പോസ്റ്റ് ചെയ്ത് ഒരു ആഴ്ചക്കുള്ളിൽ കൊളാബല്ലേ, പുള്ളിക്കാരനായിട്ട് 5 ലക്ഷം ഉള്ള പുള്ളിക്കാരനുമായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത്ര ഫോളോവേഴ്സ് കയറുമല്ലോ, അതിനാണല്ലോ നമ്മൾ റീച്ചിന് വേണ്ടി ചെന്നത്. അപ്പൊ അങ്ങനെ ചെന്ന് ആദ്യമാണെങ്കിൽ ഒരെണ്ണം അവളുമായിട്ടുള്ളത് ഇട്ട് 4 സംതിങ് മില്യൺ അങ്ങാണ്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-4-5 ദിവസം കഴിഞ്ഞപ്പോ, 5-6 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഇട്ട് ദാസേട്ടനുമായിട്ടുള്ള, അതായിരിക്കും നിങ്ങൾ പറഞ്ഞ ആ സാരി കൊടുത്തിട്ടുള്ളത്, അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അവളുടെ ആണല്ലോ ഇടേണ്ടത്. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം അവളുടെ അടുത്ത പോസ്റ്റ് ചെയ്ത്. അപ്പൊ അന്ന് റീൽസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് നേരെ അവളും ഞാനും കൂടെ എന്റെ വീട്ടിലോട്ടാ വന്നേ. വീണ്ടും അവൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയോളം ഇവിടെ നിന്നായിരുന്നു. എന്നിട്ട് പിന്നെ അവളങ്ങ് പോയി. അന്നേരം രണ്ടാമത് ഇവളുടെ റീൽസ് ഇട്ട് കഴിയുമ്പോൾ അടുത്ത 4ാമത് ഇടേണ്ട എന്റെ റീൽസാ. അത് ഇവളുടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1.5 ആഴ്ചയായിട്ട് എന്റെ ഇടുന്നില്ല. അപ്പൊ ഞാൻ അന്നേരം ദാസേട്ടന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ദാസേട്ടന് വോയിസ് ഏതാണ്ട് അയച്ചത്, ദാസേട്ടൻ എന്റെ റീൽസ് എന്താ ഇടുന്നില്ലേ, ഇപ്പൊ ഇത്രയും ദിവസമായല്ലോ, ഒരാഴ്ച കഴിഞ്ഞല്ലോ, ഇടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് ക്യാമറമാന് ടൈം ഇല്ല, അയാൾക്ക് എന്തോ കല്യാണത്തിന്റെ വർക്ക്
ഫോട്ടോഗ്രാഫർ അല്ലേ, അതിന്റെ വർക്കാണ്, അവർ എഡിറ്റ് ചെയ്ത് തന്നിട്ടില്ല, എഡിറ്റ് ചെയ്താണ്ട് നീ പേടിക്കണം നമുക്ക് ഇടാന്ന് പറഞ്ഞു. അല്ല, ദാസേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആഴ്ച പോയിട്ട് ഇടുന്നില്ല. അപ്പൊ ഞാൻ ക്യാമറമാനെ വിളിച്ചു ചോദിച്ചു. ദാസേട്ടനെ വിളിച്ചില്ല? ഇല്ല, വിളിച്ചില്ല. എന്നുവെച്ചാൽ ദാസേട്ടനെ ഓൾറെഡി ഒന്ന് വിളിച്ച്, പിന്നെ അന്നേരം പിന്നെ ഇടുന്നില്ല. അപ്പൊ ഞാൻ ക്യാമറമാനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇന്നാണെങ്കിൽ എന്റെ റീൽസ് എന്താ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്ത, ഇതുവരെ എഡിറ്റ് ചെയ്തില്ല, എന്തുവാടോ, 2 എണ്ണം അല്ലേ ഉള്ളൂ, ഒരെണ്ണം ഇട്ട് ഇനി ഒരെണ്ണം കൂടെ തരാനുണ്ടല്ലോ, അതെന്താ ഇടാത്തതെന്ന് ചോദിച്ചപ്പം ഉടനെ ഇവൻ പറഞ്ഞു, ആ ഇടാ, നീ എന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരെ കണക്ക് വാശി പിടിക്കുന്നത്, ഇടാം, നീ അങ്ങ് സമാധാനപ്പെടും, നമുക്ക് ഇടാമെന്നുള്ള രീതി പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് വെച്ച്. പിന്നെ ഏകദേശം 2-2.5 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ കൂടെ ദാസേട്ടനെ വിളിച്ചപ്പം പുള്ളിക്കാരനെണ്ണ പറഞ്ഞു എന്താ അവർ എഡിറ്റ് ചെയ്ത് തന്നില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചപ്പം തിരക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ദാസേട്ടനൊന്ന് പറ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ശ്രീലക്ഷ്മി എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല. അന്ന് അവളുടെ എടുത്തു കൊടുക്ക്, അന്ന് അവളുടെ മുഖേനയാണ് ഞാൻ പോയത് പോലും. അന്ന് അവൾ അന്നേരം ഒന്നും പറയാൻ ശ്രമിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. മനുഷ്യന്മാർക്കുണ്ടായി, എനിക്ക് ഉണ്ടായി. അന്നേരം എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ ഉണ്ടായി. എന്നുവെച്ചാൽ അവളുടെ അത് കഴിഞ്ഞപ്പോ ഇവളുടെ പോസ്റ്റ് ചെയ്ത് 4ാമത് എന്റെ പോസ്റ്റ് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കിന് ഇവളുടെ അടുത്തത് ദാസേട്ടനുമായിട്ടുള്ള എഡിറ്റ് ചെയ്ത് ഇവര് പോസ്റ്റ് ചെയ്ത് കൊളാബിട്ട്. അപ്പൊ എനിക്ക് കാണുമ്പോൾ സ്വാഭാവികം ദേഷ്യം വരുമല്ലോ. എന്റെ ഇടേണ്ട സാധനത്ത് എന്റെ ഇടാതെ അവളുടെ ഇട്ട്. അപ്പൊ ഞാൻ വിളിച്ച് ക്യാമറാമാൻ്റെ അടുക്ക വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ എന്റെ പോസ്റ്റ് ചെയ്യാത്തത്? അപ്പൊ ഇയാള് പറഞ്ഞു, നിന്റെ പോസ്റ്റ് ചെയ്യാൻ ദാസേട്ടൻ പറഞ്ഞില്ല, ഇത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇതെന്നാണ് ശ്രീലക്ഷ്മി ആയിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, അതെന്റെ എന്റെ അല്ലേ ഇനി അടുത്ത ഇടേണ്ടത്, എന്നിട്ട് അതെന്താ കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പറഞ്ഞു പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞ് അത് കാരണം കൊടുത്തു. എന്നിട്ട് ഈ ക്യാമറമാന് അതിൻ്റെ അകത്തൊരു കള്ളച്ചിരിയോട് കൂടി പറഞ്ഞ്, ദാസേട്ടന് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം, പുള്ളിക്കാരന് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പുള്ളിക്കാരൻ ഇടപെടത്തുള്ളെന്ന്. ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഇട്ടില്ല, അന്നേരം ശ്രീലക്ഷ്മിയുടെ ഇട്ടു. അന്നേരം ഇതിനിടയ്ക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ക്യാമറമാൻ പറഞ്ഞ് നിങ്ങൾ കാശൊന്നും തന്നിട്ടല്ലല്ലോ റീൽസ് എടുക്കാൻ വന്നതെന്ന്. അപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുത്ത ഒരു വർക്കിന് വിളിച്ചാലല്ലേ നമുക്ക് വെട്ടൊന്ന് മുറി 2 പോലെ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പേയ്മെന്റ് തന്നാണ്, എനിക്ക് ഇന്ന ടൈം കിട്ടണമെന്ന്. ശരിയാണ്, സത്യം, ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല, ശ്രീലക്ഷ്മി എന്റെ അറിവ് കൊടുത്തിട്ടില്ല, ഇനി അല്ലാതെ കൊടുത്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഇവൻ പറഞ്ഞോണ്ട് നിങ്ങൾ പേയ്മെന്റ് ഒന്നും തന്നിട്ടല്ലല്ലോ ഈ റീൽസ് എടുത്തത്, പിന്നെ ഇപ്പൊ ഉടനെ ആ ഒരു രീതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ശരി, പേയ്മെന്റ് ഒന്നും തന്നില്ല, പക്ഷെ ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ പോകുമ്പോൾ പറയണം, ഞങ്ങൾ ഒരു ദിവസം വർക്ക് കളഞ്ഞിട്ടാ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പൊ ഞങ്ങൾക്ക് പേയ്മെന്റ് തരണമെന്ന് അല്ലെങ്കിൽ ഫസ്റ്റിൽ ഇയാൾ പറയണമായിരുന്നു. അങ്ങനെ ഒരു പറച്ചിലുണ്ടായില്ല. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? പേയ്മെന്റ് ഇല്ല, കൊളാബ് അടിച്ച് നമ്മൾ പോന്ന്, കോസ്റ്റ്യൂം ഞങ്ങളുടേതാണ് എല്ലാം. വണ്ടിക്കൂലി മുടക്കി, ഞാൻ വണ്ടിക്കൂലി മുടക്കിയാണ് അവിടെ പോയത്, തിരിച്ചു വന്ന് വണ്ടിക്കൂലി മുടക്കി, നമുക്ക് ട്രാവലിംഗ് പോലും അവർ തന്നിട്ടില്ല. അപ്പം പിന്നെ ഞാൻ അതിനെ ചോദിച്ചപ്പോ ഇയാൾ കാശ് തന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അതല്ല. അന്നേരം ഞാൻ ചോദിച്ചു, ശ്രീലക്ഷ്മിയുടെ അന്നേരം കാശ് അവളും തന്നിട്ടില്ലല്ലോ, എന്നിട്ട് അവളുടെ അടുത്തത് വീണ്ടും പോസ്റ്റ് ചെയ്തല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ചെയ്തില്ല എന്ന്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ, അല്ലെ പിന്നെ അവളുടെ ചെയ്യരുത്, അവളും കാശ് തന്നിട്ടില്ലല്ലോ. അപ്പൊ ഉടനെ അപ്പോഴാണ് പറഞ്ഞത്, ദാസേട്ടനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം, പുള്ളിക്കാരൻ ആർക്കും അയാൾക്ക് പ്രയോജനം ഇല്ലാതെ അയാൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അത് ചിരിച്ചുകൊണ്ടൊരുമാതിരി ആക്കിയാ പറഞ്ഞത്. ഇപ്പം അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവന് വിചാരിച്ചാൽ മനസ്സിലാകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറഞ്ഞ്, എനിക്ക് മനസ്സിലായി, എന്തൊക്കെയായാലും ഒരു കാര്യം മനസ്സിലാക്കിയോ, ശ്രീലക്ഷ്മി അല്ല രേഷ്മ എന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മിക്ക് ചിലപ്പോ അങ്ങനെ റീച്ചിനോ അല്ലെങ്കിൽ ഇടാനോ ശ്രീലക്ഷ്മി പോവായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. അത് കാരണം ഒരു കാര്യം ചെയ്യും, എനിക്കിനി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു, ആ എടുത്ത റീല് ഞാൻ ഇപ്പൊ നിങ്ങളുടെ വന്ന ഒരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്ത്, ഇനി ആ റീല് എന്റെ അറിവില്ലാതെ അത് എഡിറ്റ് ചെയ്യോ അല്ലെ കൊളാബ് ചെയ്യോ ഒരു ഐഡിയിലും പോസ്റ്റ് ചെയ്യോ പാടില്ലെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ വല്ല ഞാൻ അറിയാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ലീഗലി അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കിനി ആ റീൽ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ അത് കളയുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എഡിറ്റ് ചെയ്ത് ഇനി പോസ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതി ഞാൻ അയാളോട് പറഞ്ഞു. ഇത് അന്നേരം തന്നെ ഞാൻ ദാസേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ റീൽസ് ഇതുവരെ ഇട്ടില്ല, ശ്രീലക്ഷ്മിയുടെ എന്നിട്ട് ഇട്ട് കൊടുത്തില്ലേ, അത് കാരണം ഇനി ദാസേട്ടൻ എനിക്ക് വേണ്ട റീല്. ക്യാമറമാൻ പറഞ്ഞ കാര്യം പറഞ്ഞോ? ഇല്ല, അത് പുള്ളിക്കാരനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ എന്നോട് പറഞ്ഞ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഇയാളോട് ഫ്രണ്ട് ആയിരിക്കും, വേറൊരാളും കൂടെ ഇടയ്ക്ക് കാണും, ഇയാളോടും ചിലപ്പോൾ ഞാനൊരു വർത്താനം പറയും, അയാളോടും ഒരു വർത്താനം പറയും. അത് ഇയാൾ രണ്ട് കൂട്ടറേയും പറയുന്ന ഇയാൾ കേട്ടാൽ മാത്രമല്ലേ അവിടെ ഒരു പ്രശ്നം വരത്തുള്ളൂ. നമ്മളിപ്പോ അവൻ പറഞ്ഞ കാര്യം ഇവിടെ പോയി വിളമ്പേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ദാസേട്ടനോട് അങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ പുള്ളിക്കാരനല്ലേ പറയുന്നത്, ദാസേട്ടന്റെ പേരിലല്ലേ പറയുന്നത് ക്യാമറ?
അയാളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പൊ അയാളുടെ അടുക്ക പോയി പറഞ്ഞ് പിന്നെ അയാൾ പോയി മറ്റേയാളോട് കൂട്ടി ചോദിച്ച് അതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂവും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പിന്നെ അതങ്ങ് വിട്ട് പോയി റീൽസ് ചെയ്ത് എന്റെ സമയം മെനക്കെട്ട് എന്റെ കാശും പോയി. വെറുതെ എന്തിനോ വേണ്ടി അവിടെ പോയി ചെയ്തു പോകുന്നു. ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു കാര്യം നടന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ. അങ്ങനെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ദാസേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ദാസേട്ടൻ ഇത്ര നാളെ അന്നേരം 2.5 മാസത്തോളമായി ഈ ഇത്രയും സംഭവം നടന്നു. ഈ പല പ്രാവശ്യം ഞാൻ ഇവരെ വിളിച്ചത് കൊണ്ട് 2.5 മാസത്തോളമായി സമയം. ഈ 2.5 മാസമായിട്ട് എന്റെ റീല് പോസ്റ്റ് ചെയ്യുന്നില്ല. ഇവളുടെ അടുത്തതിട്ട് അത് കഴിഞ്ഞിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എന്തുവാ ഇവിടെ രേണു ചേച്ചിയും ഈ ദാസേട്ടനും കൂടെ ചാന്തുവട്ടിന്റെ റീൽസ് എടുത്ത സമയത്ത് അത് കഴിഞ്ഞ നിങ്ങള് ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാ. എന്നുവെച്ചാ ശ്രീലക്ഷ്മി ആയിട്ട് ഞാൻ അന്നേരം മിണ്ടുമായിരുന്നു. പക്ഷെ ഒരുമാതിരി ഞാൻ ചവിട്ടി നിർത്തി. എന്നുവെച്ചാൽ ഇവൾ എനിക്ക് വേണ്ടി ഒരു സപ്പോർട്ടോ ഒരു വാക്കോ പറഞ്ഞില്ല. അതുകൊണ്ട് അന്നേരം എനിക്ക് സത്യം പറഞ്ഞ വിഷമം വന്ന് സങ്കടം വന്നു. ഞാൻ അവളെ അത് കണക്കല്ല കണ്ടത്. എന്നെക്കാളും 1.5 വയസ്സിന് ഇളയതാ. ഒരു അനിയത്തിയെ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. അത് കണക്കൊരു അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇല്ല. അപ്പൊ അത് കണക്ക് ഒരു ലെവലിലാണ് കണ്ടത്. അന്നേരം ഇവൾ അന്നേരം പറയാത്തോണ്ട് എനിക്കൊരു വിഷമം ഉണ്ട്. അത് ഞാനും പിന്നെ വേണ്ടാന്ന് വെച്ചു. നമ്മളായിട്ട് അങ്ങ് നടന്നാൽ മതിയല്ലോ. നമ്മളിപ്പോ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. പച്ചക്ക് ചോദിക്കുമായിരുന്നു എന്താ പുള്ളിക്കാരൻ ക്യാമറമാൻ പുള്ളിക്കാരന്റെ ചേഷ്ടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ദാസേട്ടൻ കോഴിക്കോടിന്റെ ഇങ്ങനെ ഒരു ചേഷ്ടകൾ നമ്മുടെ അടുക്ക എന്റെ അടുക്ക ആ രീതിയിലൊന്നും വന്നിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല. എന്തൊക്കെയാലും ഇപ്പൊ എന്നെ ഒരു തവണ കണ്ട് സംസാരിക്കുന്നവർക്ക് അറിയായിരിക്കും ഏകദേശം എന്റെ ക്യാരക്ടർ എങ്ങനത്തെ ആയിരിക്കും എന്ന്. ഇപ്പൊ ഏകദേശം ഞാനുമായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നു. ഇപ്പൊ സംസാരിച്ചതിലൂടെ ഞാൻ എങ്ങനെ സംസാരിക്കും, എത്രത്തോളം പറയുമെന്ന് ഏകദേശം അറിയായിരിക്കുമല്ലോ. അത്യാവശ്യം ഞാൻ എന്നെ പുകഴ്ത്തി പൊക്കിയൊന്നും പറയല്ല. അത്യാവശ്യം ഞാൻ ബോൾഡാണ്. എന്റെ അടുക്ക് ഏതെങ്കിലും ഏതടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് തിരിച്ച് ചോദിക്കാനുള്ള ഗട്സ് എനിക്കുണ്ട്. അതിപ്പോ ആരുണ്ടെങ്കിലും ഞാൻ ചോദിക്കേണ്ടടത്ത് ചോദിക്കും, പറയേണ്ടടത്ത് പറയും. നമുക്ക് വേണ്ടാത്താണ് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകും. ഇപ്പം വേണമെങ്കിൽ അന്നിട്ട റീൽസും എനിക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയ്യും കാലും പിടിച്ചിട്ട് ഇടിപ്പിക്കായിരുന്നു. പക്ഷെ ഈ ഒരു ഡയലോഗ് കേട്ടതോടെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. പക്ഷെ അവളെ പോലെ എനിക്കാകാൻ പറ്റത്തില്ല. ചിലപ്പം ശ്രീലക്ഷ്മി ചിലപ്പോ അങ്ങനെ ഇപ്പം റീച്ചിന് വേണ്ടി ഒരാളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ പോണോന്നുള്ള രീതി നിൽക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ റീച്ച് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ജീവിച്ച് വന്ന ഒരു വ്യക്തിയല്ല. ഇപ്പൊ സിനിമയിൽ കയറണം, അല്ലെ സീരിയലിൽ കയറണം, അല്ലെങ്കിൽ എനിക്ക് ഫെയിം ആകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. നമ്മൾ സാധാരണ ജീവിതം ജീവിച്ച് വന്നതാ. പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങി. അതിലൂടെ അത്യാവശ്യം എനിക്കിപ്പോ റീച്ച് കയറി വരുന്നുണ്ട്. എനിക്ക് ഏണിങ്സും ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ആ റൂട്ടിലൂടെ പോകുന്നു. അല്ലാതെ എനിക്ക് ഇത് തന്നെ എന്റെ ജീവിതമാർഗം എന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം പിന്നെ എനിക്കിപ്പം കിട്ടിയില്ലേലും എനിക്ക് വിരോധമില്ല. അത് കാരണം ഞാനത് ഉപേക്ഷിച്ചു. ഇപ്പൊ വേണമെങ്കിൽ കൈയും കാലും പിടിച്ച് അതാന്നും പറഞ്ഞ് വേണേ മേടിക്കായിരുന്നു. പക്ഷെ അതിനു വേണ്ടി ഞാൻ പോകത്തില്ല. ഇപ്പം ഈ ആവശ്യമൊന്നല്ല, എന്താവശ്യമാണേലും എനിക്കിപ്പം വേണ്ടാത്തതാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് വേണ്ടതായിരിക്കും. എങ്കിൽ പോലും അവരെ വർത്താൻ ആ രീതിയാണ് എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവളാ ഞാൻ. അപ്പൊ അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ ദാസേട്ടനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ദാസേട്ടൻ ഇനി ഇടണ്ട. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ അവളുടെ ഇട്ടെങ്കിലും അത് എഡിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാ. ഇനി വേണമെങ്കിൽ അടുത്ത നിന്റെ ഇടാം. വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിന്റെ ഇടാന്ന്. ശ്രീലക്ഷ്മിയുടെ അവർ ആദ്യം എഡിറ്റ് ചെയ്ത് തന്നത് കൊണ്ട് എന്റെ ഇടേണ്ട സ്ഥാനത്ത് അവളുടെ അങ്ങ് ഇട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് നിന്റെ ഇടാം, നിന്റെ ആയിട്ട് കൊളാബ് അടിക്കാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ക്യാമറമാൻ പറഞ്ഞ് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അതൊന്നും ഇയാളോട് പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇടണ്ട, ഇട്ട് ഇനി ഇടുവാൻ വേണ്ട, ഇനി ഞാൻ നിങ്ങളുമായിട്ടൊന്നും ചെയ്യാനും വരുന്നില്ല, ഇതോടുകൂടി വേണ്ടാന്നുള്ള രീതി ഞാൻ പറഞ്ഞ് വെച്ച്. പിന്നെ പുള്ളിക്കാരൻ എന്നോട് അതിന് എതിർത്തോ അല്ലെങ്കിൽ അതിനെ തർക്കിക്കാനോ ഒന്നും വന്നില്ല. പുള്ളിക്കാരൻ കേട്ട് നോർമൽ കോൾ പോലെ വിളിച്ച അയാളൊരു സെലിബ്രിറ്റി ആണല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ കേൾക്കുമായിരിക്കും. അത് കാരണം പുള്ളിക്കാരൻ അത് വെച്ച് പിന്നെ എന്നോട് സംസാരിക്കാനും ഒന്നിനും വന്നില്ല. അല്ലെങ്കിലും ദാസേട്ടനോട് ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ല. ആ വർക്കിന് പോയി ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ അയാളെ 1-2 തവണ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള, അല്ലാതെ അയാളും എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നിനും വന്നിട്ടുമില്ല. അപ്പം നമ്മളത് അവിടെ വെച്ച് അങ്ങ് ഉപേക്ഷിച്ച്. സ്വാഭാവികമായിട്ട് ശ്രീലക്ഷ്മിയോട് വൈരാഗ്യമൊന്നുമില്ല, എന്നാലും ചെയ്തില്ലല്ലോ. ഇപ്പൊ അവളുടെ സ്ഥാനത്ത് അവളെ ഞാനിപ്പോ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവളുടെ സുരക്ഷിത ഞാൻ ഏറ്റെടുത്തോണ്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്. അവള് ചിലപ്പോ എന്റെ കൂടെ വന്ന എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വന്നത്. എന്റെ വീട്ടുകാരെങ്ങനാ അല്ലെ ഇവിടെ എങ്ങനാന്ന് അവർക്ക് അറിയത്തില്ല അല്ലേ. ഇപ്പൊ ഇയാളാണെങ്കിലും എന്റെ ഇടയ്ക്ക് ഇന്റർവ്യൂ എടുക്കാൻ വന്ന എന്റെ ഒറ്റ വാക്കിമേല വന്നല്ലേ. ഈ വീട്ടുകാരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയുമോ? ഇല്ല. ഇയാൾക്ക് എന്തെങ്കിലും ഇവിടെ മോശമായിട്ടൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ഞാനല്ലേ ചെയ്യേണ്ടത്. ഞാനല്ലേ ഇയാളെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആള്. ആ ഒരു ലെവലിലാണ് ഇവൾ എന്നെ കൊണ്ടുപോയതെങ്കിൽ ഇവൾ അതിനുള്ളതൊന്നും ചെയ്തില്ല. ഇവള് വേറൊന്നുമല്ല, ആ റീൽസ് ഇട്ട് കൊടുക്കാനായിട്ടൊരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ടും ഒരു മാസം പിന്നെയും അവളൊരു തഗ് സിനിമ ചെയ്തായിരുന്നു. ആ സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വിളിക്കുന്നു പറയുന്നൊന്നുമില്ല.
മെസ്സേജ് അയച്ച സമയത്ത് ഇവളാണെങ്കിൽ അന്നേരം എന്നോട് പറഞ്ഞ് എന്താ ഇപ്പം റീച്ച് ഒന്നും ഇല്ല, അവളുടെ ഫോണിനും കംപ്ലൈന്റ് ഏതാണ്ടുണ്ട്, ക്ലിയർ അല്ല. അപ്പം ഫോണിൻ്റെ അകത്ത് ആണെങ്കിൽ അവിടെ ഫോൺ കൊള്ളാതെ കാരണം റീൽസ് ഒന്നും ഇടുന്നില്ല. ഞാൻ പറഞ്ഞടി ഇപ്പം ഫോൺ കൊള്ളത്തില്ല, നീ എന്തെങ്കിലുമൊക്കെ ഇടണം. പക്ഷെ ഫോളോവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് പോയാലേ നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇടാതെ വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ആരും ഫോളോ ചെയ്യാതെ വരും. നീ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടണടി എന്നൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു ആ ചെയ്യണടി. അപ്പോഴാണ് ഇവള് ഞാനും ദാസേട്ടനും ഇവളും കൂടെ ഒന്ന് റീൽസ് എടുക്കാൻ പോയപ്പോ എന്റെ ഫോണിന്റെ അകത്ത് 2 റീൽസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള 2 എടുത്തിട്ടുണ്ട്. അതെന്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു, എടി ദാസേട്ടനോട് നമ്മളെടുത്ത റീൽസ് ഇല്ലേ, അതൊക്കെ നീ എടുത്ത് പോസ്റ്റ് ചെയ്യ്, നിന്റെ എന്റെ ദാസേട്ടനും കൂടെ ഇട്ട് കൊളാബ് അടിച്ച് ചെയ്യാൻ. അപ്പൊ ഓൾറെഡി ഇത്ര നാൾ കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് റീൽസ് ചെയ്ത് ഞാൻ പുറത്തു പോയല്ല ചെയ്യുന്നത്. DSLR ക്യാമറയോ ക്യാമറമാനോ ഒന്നുമില്ല. ഞാൻ എന്റെ രീതിയിൽ എന്റെ ഫോണും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നാ ചെയ്യുന്നത്. അത് ചെയ്ത് തന്നെ എനിക്ക് അന്നേരം 10, 25, 30 കെയോളം ഫോളോവർ ആയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് അന്നേരം 10, 15 പോലും ആയിട്ടില്ല. അപ്പം അത്ര ആയി. ഞാൻ എക്സ്പോസ് ചെയ്തിരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഫോളോവേഴ്സ് കൂടുതൽ. അവളും എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെയൊക്കെ അവളും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്ര ഫോളോവർ ആയത് ഒറ്റ ഒരു സുപ്രഭാതത്തിൽ അവൾ വന്നിട്ട് പറയാ ഈ റീൽ എടുത്ത് അവരുടെ ഐഡിയ ആയിട്ട് കൊളാബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ ഫോളോവേഴ്സ് ഒക്കെ അവർക്ക് കയറും. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളോട് ഇല്ലാത്തവരോട് നമ്മൾ പിന്നെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. അവള് പല പ്രാവശ്യം അത് ഇടാനും വേണ്ടി എന്നെ വിളിച്ച് വാട്സപ്പ് വീഡിയോ കോൾ വിളിച്ച് അല്ലാതെ വിളിച്ചേടി അത് പോസ്റ്റ് ചെയ്തി, നീ പോസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പിന്നെ എനിക്കിപ്പോ ഒരാളോട് ഡയറക്റ്റ് ചീത്തവിളിയോ തെറിവിളിയോ വഴക്കോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് പറ്റില്ല എന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇടാടി പിന്നാട്ടം എന്നുള്ള രീതി പറഞ്ഞു വെച്ച് പിന്നെ അവള് 2-3 തവണ വിളിച്ച് ഞാൻ അവിടെ ഫോണും എടുത്തില്ല. പിന്നെ ആ വിളിയൊക്കെ നിർത്തി. അവർക്ക് തന്നെ ഏകദേശം മനസ്സിലായി കാണും. അന്നേരം ഇത് ഇടാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നോട് പിണക്കമാണോ, നീ ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, നീ എന്നെ വിളിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. നീ എന്നാ ഇവിടെ വന്ന് ഇത്രയും ദിവസം നിന്നിട്ട് പോയി, വല്ലപ്പോഴും ആണ്ടിലെ പുതുപ്പിനെ ഒന്ന് വിളിക്കാമല്ലോ, അല്ലെ ഒരു മെസ്സേജ് അയക്കും, നിനക്ക് സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം. ഇവള് വിളിച്ചില്ല. ഇവള് ആ തഗ് സിനിമ ചെയ്യുന്ന സമയത്തൊന്നും എന്നെ വിളിച്ചില്ല. അതിന് വേണ്ടിയിട്ടല്ല, എങ്കിൽ പോലും അന്നേരം ഒന്ന് കോണ്ടാക്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞപ്പം ഇവള് മെസ്സേജ് ഇട്ടിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ച്. പിന്നെ ഞാനാണെങ്കിൽ അങ്ങോട്ടും അന്നേരം എന്നോട് ചോദിച്ചു പിണക്കമാണോ നിനക്ക്. ഞാൻ അന്നേരം അങ്ങനെ പറയുമ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി. ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് പിണക്കമൊന്നുമില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് നിന്നോട് പിണക്കവും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നാടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദാസേട്ടനായിട്ടുള്ള റീൽസ് നീ പുള്ളിക്കാരന് ഇട്ട് തന്നില്ല, അല്ലെ ക്യാമറമാൻ ഇട്ട് തന്നില്ല, പക്ഷെ നീ ഒരു വാക്ക് പുള്ളിക്കാരനോട് പറയാമല്ലോ. അപ്പൊ അവൾക്ക് പരിചയമുള്ള ആളാകുമ്പോ പറയാലോ, ദാസേട്ട അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു, എന്നിട്ട് അവളുടെ 2 റീൽസ് എടുത്തിട്ട് ഒന്നേ ഇട്ടുള്ളൂ, മറ്റെന്താ ഇട്ട് കൊടുക്കുക, അത് അവൾക്ക് ഇട്ട് കൊടുക്ക്, ഞാൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ കൊണ്ടുവന്നത് എന്നൊരു വാക്ക് ഇവൾക്ക് പറയാം. ഇട്ടാലും ഇട്ടില്ലേലും പറയാം. അവൾ അതുവരെ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ഇപ്പൊ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തേനെ. അടുത്ത വർക്കിന് പോലും അയാളുടെ കൂടെ ഞാൻ പോകത്തില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് സാധാരണ മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഇവളെങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ പറഞ്ഞുമില്ല. അങ്ങനെ പറയാത്തതിൽ എനിക്ക് നിന്നോട് പിണക്കമുണ്ട് എന്നും പറഞ്ഞ് വലിയ വൈരാഗ്യമോ ദേഷ്യമോ മിണ്ടത്തില്ല അങ്ങനൊന്നും അല്ല. അത് നീ പറഞ്ഞില്ലല്ലോ, അതിന് എനിക്ക് നല്ല വിഷമോ സങ്കടം ഉണ്ടടി എന്ന് പറഞ്ഞപ്പം ഇവൾ ആ സ്പോട്ടിൽ തന്നെ വാട്സപ്പിലായിരുന്നു കോൾ ചെയ്തത്, ഓഡിയോ കോൾ. ആ സ്പോട്ടിൽ തന്നെ ഇവൾ ഉടനെ ഞാൻ ഇപ്പം ദാസേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവള് ഫോൺ വിളിച്ചു. ദാസേട്ടനെ വിളിച്ചിട്ട് എനിക്ക് അന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഞാൻ ദാസേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ റീൽസ് ഇടാനെന്ന്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു ഇടണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ 2-2.5 മാസം ഞാൻ ഇതിന്റെ കാലും കൈയും പിടിച്ച് നടന്നു. അന്ന് ഇവളൊരു വാക്ക് പറഞ്ഞില്ല. പറഞ്ഞോ? അന്ന് പറയുമായിരുന്നു ഒരു പക്ഷെ ഇട്ടേനെ, അന്ന് പറയുവാണെങ്കിൽ ഇട്ടേനെ. അപ്പം ഇന്ന് ഇത്രോ നാളും ഞാനിതിപ്പോ ഇവളോട് പറഞ്ഞതിന്റെ പേരിൽ ഇവള് പറഞ്ഞിട്ട് ഇടിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇടണ്ട, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഞാനത് ചെയ്തില്ല എന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടിപ്പിച്ചിട്ടും ഇല്ല. പിന്നെ ഞാൻ വിളിക്കാനും നിന്നിട്ടില്ല, അവളും വിളിക്കാൻ വരാറില്ല. പിന്നെ ആദ്യമൊക്കെ ഞാൻ എന്റെ റീൽസിനൊക്കെ ലൈക്ക് ഇടും കമന്റ് ഇടുമായിരുന്നു. ഞാൻ ഹാർട്ടും കിസിന്റെയും ഇട്ട് കൊടുക്കുമായിരുന്നു അവൾക്ക് കമന്റ്. അവളും എനിക്ക് ഇടുമായിരുന്നു, ഞാനും ഇടുമായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അവളിപ്പം വൈറലായിട്ട് നിന്ന ആ ടൈം മുതൽ എനിക്ക് ലൈക്ക് ഇടുന്നില്ല, കമന്റ് ഇടുന്നില്ല. അപ്പൊ ഞാനും നിർത്തി. പക്ഷെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ലൈക്കും കമന്റും ഒന്നും ഇടാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല, പറിച്ചില്ല, എല്ലാം മൊത്തത്താലെ എല്ലാം സ്റ്റോപ്പാക്കി. ഇത്രയുള്ള കാര്യം. ഇപ്പൊ രതീഷ് വെള്ളൂനാടിന്റെ ഇന്റർവ്യൂ നമ്മൾ എടുത്തായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് എങ്ങനെയാണ്, ദാസേട്ടൻ കോഴിക്കോട് അത്ര വെടിപ്പായിട്ടുള്ള ആളല്ല, ഇങ്ങനെ രേഷ്മ എന്നൊരു പെണ്ണെ ഇങ്ങനെ റീലുമായിട്ട് ചെയ്യാൻ വിളിച്ചിട്ട് റീലിടാൻ വേണ്ടി
കൂടെ കിടക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു അപ്പൊ അതിന്റെ നമ്മുടെ വീഡിയോയുടെ കമന്റ് താഴെ ഫുള്ള് രേണുസുധീനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഫുള്ള് രേണുസുധി ആണോ എന്നാ പറഞ്ഞാണ് നമ്മുടെ വീഡിയോ. എനിക്ക് 2-3 പേര് അയച്ചു തന്നത്. പുള്ളിക്കാരനായിട്ട് റീൽസ് എടുത്തു എന്ന് അറിയാവുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞാൻ അത്ര ഫെയിം അല്ലല്ലോ, പുള്ളിക്കാരനായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും മറ്റും അറിയത്തില്ല. അപ്പൊ അറിയാവുന്ന ഒരു കുറച്ച് പേര് എനിക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കാൻ പോയെന്നുള്ള സത്യമാണ്. പക്ഷെ എന്നും പറഞ്ഞ് പറയുമ്പോ പറയണമല്ലോ, ദാസേട്ടൻ എന്നോട് ഇപ്പം കൂടെ പോണമെന്നോ ചെല്ലണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് എനിക്ക് മോശമായിട്ട് തോന്നി, എന്റെ റീൽസ് തന്നില്ല. അത് എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാനത് ചെയ്യാനും പോയിട്ടില്ല, പോകേണ്ട ആവശ്യമില്ല. ക്യാമറമാൻ പറഞ്ഞതേ അറിയത്തുള്ളൂ. അത് സത്യമാണോ കള്ളമാണോ, ഇനി അന്നേരത്തേക്കിന് എന്നോടൊരു ഇത് പറയാൻ പറഞ്ഞതാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ അത് ചോദിക്കാനും കൂട്ടി പറയാനും ഒന്നും പോയിട്ടുമില്ല. എന്റെ റീൽസ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് അയാളുടെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റീൽസ്, അതായത് ഇങ്ങേർക്ക് ഓൾറെഡി റീച്ച് ഉള്ള ആളാണ്, അത്യാവശ്യം ഫെയിമാണ് അയാൾ. ഇപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയും രേണു ചെയ്യുന്നതിന് മുമ്പ് കുറെ ലേഡീസുമായിട്ട് പുള്ളിക്കാരെ റീൽസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം 5 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ 5 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി എടുക്കെ 10-15K ഉള്ള ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ എന്ത് പ്രതീക്ഷയാണ് ചെല്ലുന്നത്? റീച്ച് പ്രതീക്ഷ, അല്ല വേറൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ റീച്ച് പ്രതീക്ഷ ചെല്ലുന്നത്. അപ്പോഴും ദാസേട്ടൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും എല്ലാവരുമായിട്ടും കൊളാബും റീൽസും എടുക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീരെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കുറവുള്ള പെൺപിള്ളേർക്ക്, റീച്ച് കുറവുള്ള ലേഡീസുമായിട്ടാണ് റീൽസ് ചെയ്ത് ഇയാളുമായിട്ട് കൊളാബ് ചെയ്തിട്ട് കയറുവാണെങ്കിൽ കയറട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലാതെ ഒത്തിരി ഉള്ളവരുമായിട്ട് ചെയ്യുന്നില്ല പുള്ളിക്കാരൻ. അപ്പൊ നിങ്ങൾക്ക് കയറുവാണെങ്കിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ആ ഒരു കെയർ ഓഫിലാണ് ഞാനും ശ്രീലക്ഷ്മിയും റീൽസിന് പോയത്. എന്നിട്ട് പോയിട്ട് അവളുടെ ഇട്ട് കൊടുത്ത് കൂടെ പോയി എന്റെ ഇട്ട് തന്നില്ല. അപ്പൊ സ്വാഭാവികം എനിക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ക്യാമറമാന്റെ ഇങ്ങനെ ഒരു മറുപടി കേട്ടതുകൊണ്ട് തൃപ്തികരമായിട്ട് ഞാൻ അത് ഉപേക്ഷിച്ചവിടെ. അല്ലാതെ വ്യക്തിപരമായിട്ട് ദാസേട്ടൻ എന്റെ അടുക്ക മോശമായിട്ട് ബിഹേവ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടെ കിടക്കണമെന്നോ ആ രീതിയിലൊന്നും പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സംസാരിച്ചില്ല. ഒരു മോശമില്ല ഒരു കോള് പോലും എന്നെ പുള്ളിക്കാരൻ വിളിച്ചിട്ടില്ല. പക്ഷെ എന്റെ റീൽസ് എനിക്ക് കിട്ടിയില്ല. അതെന്താ കാരണം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ, അവർക്കറിയായിരിക്കും. പിന്നെ ഈ രതീഷ് ചേട്ടനെ എനിക്കറിയാം. ഞാൻ പുള്ളിക്കാരന്റെ കെയർ ഓഫിലാണ് ഹൃദയപൂർവ്വം മൂവിക്കകത്തോട്ട് പോയത് തന്നെ. ആ ഒരു കാസ്റ്റിംഗ് ആണ് പുള്ളിക്കാരൻ ചെയ്തോണ്ടിരുന്നത്. ആ ഒരു കെയർ ഓഫ് പുള്ളിക്കാരനെ എനിക്കറിയാം. വേറെ ഒരു ഓഡീഷനും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു, അമ്മയൊക്കെ ആയിട്ട് പോയി. അതിന്റെ വർക്കിനും പോയി. പിന്നെ വർക്കിന് വിളിച്ച സമയത്ത് ഞാൻ പിന്നെ പോയില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് ഉള്ള വർക്കാ, അല്ല വലിയ നായികയായിട്ടൊന്നും അല്ല. അപ്പം പിന്നെ പുള്ളിക്കാരനോട് അന്ന് ഞാൻ ഇത് പറഞ്ഞായിരുന്നു. അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ ഈ ഹൃദയപൂർവ്വത്തിന് വിളിക്കുന്നതിന് മുന്നേ ദാസേട്ടനുമായിട്ട് ചെയ്ത റീൽസ് വെച്ചാൽ, ഞാൻ സെലിബ്രിറ്റികളുമായിട്ട് ആരുമായിട്ടും റീൽസ് ചെയ്യുവോട്ടെ ഫോട്ടോ എടുക്കട്ടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന അതിലൂടെയുള്ള റീച്ചേ ഉള്ളൂ. അപ്പൊ ഇത് അന്ന് കണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഇങ്ങനെ ചെയ്തോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അന്നേരം എന്നോട് ഒന്നേ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു അല്ല 2 എണ്ണം ചെയ്തു, പക്ഷെ എനിക്ക് ഇന്ന കൊണ്ട് 1 എണ്ണം തന്നില്ല, അവര് തന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ ആരാളും ചോദിക്കുമല്ലോ എന്താ അത് തരാഞ്ഞെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന കണക്ക് എങ്ങനെ പരിചയപ്പെട്ടത്? ശ്രീലക്ഷ്മി ആയിട്ടാ പോയത്, അവളുടെ കെയർ ഓഫിൽ പോയി. പക്ഷെ 2 എണ്ണം എടുത്തതിന്റെ അകത്ത് ഒന്നും എനിക്ക് അവര് തന്നില്ല, അതെന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ രീതിയിൽ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ ഒരു കാരണം എന്റെ അടുക്ക ഉന്നയിക്കാൻ ആരും വന്നിട്ടില്ല. കാണുന്നില്ല, ഒന്ന് അടുപ്പിച്ച്. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്ത റീലല്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള റീലാണ് പോസ്റ്റ് ചെയ്യാത്തല്ലേ? ഓക്കെ. അത് എന്താ വർണ്ണപ്പകിട്ടിലെ വെള്ളി നില തുള്ളികളോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ആയിരുന്നു. മിന്നലഴകല്ലേ? അല്ല, ഇത് മിന്നലഴക്. മറ്റേത് വർണ്ണപ്പകിട്ട്. ഇത് വെള്ളിത്തിരക്കാത്ത, മറ്റേത് വർണ്ണപ്പകിട്ടിലെ. അതെനിക്ക് തന്നില്ല, അതെന്താന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ ഒരു കല്യാണം കഴിഞ്ഞല്ലോ, പെരേരയായിട്ടുള്ള സോഷ്യൽ മീഡിയ കത്തിച്ചു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ടൈമിലാണ് ഇവള് കെട്ടിയെന്ന് പറഞ്ഞാൽ ഞാനും കണ്ട്. ഞാൻ അന്ന് ഇവൾക്കൊരു മെസ്സേജ് അയച്ചു കേട്ടോ. അതായത് ഇത് എനിക്ക് ആരോ അയച്ചു തന്നതാണേ. എന്നുവെച്ചാ എന്നെ ശ്രീലക്ഷ്മിനെ അറിയാവുന്ന ആരോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു പെരേര് ശ്രീലക്ഷ്മിന്റെ കല്യാണം കഴിഞ്ഞു എന്നോട് ചോദിച്ചു. പറഞ്ഞു എപ്പം? അപ്പൊ ഞാൻ അതെടുത്ത് ലിങ്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സീൻ. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കെട്ടി കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്കറിയത്തില്ലാത്ത കാര്യം അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അന്നേരം ഞാൻ ഇവൾക്കൊരു മെസ്സേജ് അയച്ചു ശ്രീലക്ഷ്മിക്ക്, എടി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോടി, പെരേരയായിട്ടുള്ള കല്യാണം കഴിഞ്ഞോ? അപ്പം അന്ന് അവള് സീൻ ചെയ്തില്ല. പിറ്റേന്ന് എനിക്ക് ഇല്ല എന്നൊരു മെസ്സേജ് വന്നു. അത്രേ ഉള്ളൂ. ആറൊന്നുമില്ല.
ഇതെല്ലാം അഭിനയമായിരുന്നു അല്ലേ? അത് പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടു. മനസ്സിലായോ? കണ്ടപ്പോ മനസ്സിലായോ? ഇല്ല, കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കെട്ടിയതായിരിക്കുമെന്ന്. പിന്നെ അവളുടെ എനിക്കറിയാവുന്ന ശ്രീലക്ഷ്മി കെട്ടില്ല എന്നാണ് എന്റെ അറിവ്. എനിക്ക് കെട്ടത്തില്ലെന്ന്. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് റീൽസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവള് കെട്ടത്തില്ല, എനിക്ക് ചിലപ്പോ ഫോട്ടോഷൂട്ട് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മള് ഇത്രയും കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കോളിലൊക്കെ സംഭവിച്ചിട്ട് അങ്ങനെ ഒരു ന്യൂസ് വരുത്തി എല്ലാരും വിചാരിച്ച സത്യമാണ് അല്ലേ? അത് കണക്ക് ഞാനും വിചാരിച്ചു. പിന്നെ ഇവൾക്ക് ഞാൻ മെസ്സേജ് അയച്ച് പിറ്റേന്ന് റിപ്ലൈയും കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ പിറ്റേന്ന് തന്നെ ഇവളുടെ റീൽസ് വന്ന് ഇവള് പെരേരം കൂടെ പോസ്റ്റ് ചെയ്തേക്കുന്നു. അത് എന്താ ഫേക്ക് ആയിരുന്നു, ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട്. എല്ലാം റീച്ചിന് വേണ്ടി ചെയ്തു. അങ്ങനെ ഒരാളാണോ ശ്രീലക്ഷ്മി? അങ്ങനെ ഒരാളാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വെച്ച് നോക്കി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവളുമായിട്ട് ഞാൻ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് 89K ഫോളോവർ ഉണ്ട് ഓൾറെഡി. ഇവൾക്ക് വെറും 10,500 ഫോളോവറേ ഉള്ളൂ. 2000-നും താഴെയുള്ള 1500 അല്ലെങ്കിൽ 2000-നും താഴെ അത്ര ഫോളോവറേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവൾ ആ ടൈമിലാണ് പരിചയപ്പെട്ട് കൂട്ടുകൂടി ഇവളിവിടെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒന്നിച്ച് റീൽസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോളോവറൊക്കെ ഇവക്ക് കയറി. എനിക്ക് 89K ഉണ്ടായിരുന്നത് 89 10K എങ്ങാണ്ട് അടുത്തുണ്ട്. അത് അന്നേരം ഇവൾക്ക് കയറി. ജനുവരി ടൈമിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ജനുവരിയിലാണ് ഇവള് വന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി 10K കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10K കഴിഞ്ഞ് 11K ആകാറായപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷന്റെ വേറെ കുറെ സംഭവങ്ങളൊക്കെ എനേബിൾ ആയിട്ട് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ആ ടൈമിൽ ഇവള് വന്ന് റീൽസ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരാളോട്ട് കൊളാബ് അടിക്കുമ്പോൾ കൂടുതലുള്ള ആളിൽ നിന്ന് അങ്ങോട്ട് കയറുമല്ലോ. അതാണല്ലോ കൊളാബും കൊണ്ടുള്ള പ്രയോജനം. അങ്ങനെ കൊളാബ് അടിച്ചപ്പോൾ കുറെ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. പലരും ഞാൻ പിന്നെ ലൈവിൽ പോകുന്ന സമയത്ത് ഇവളുമായിട്ട് ലൈവിൽ പോയിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇവള് എറണാകുളത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ലൈവിൽ പോകുന്ന സമയത്ത് ഇവളെ ഞാൻ ഫോൺ വിളിച്ചിട്ട് വാടി ലൈവിൽ വാ, കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ അങ്ങനെ കയറുമല്ലോ, നീയും വാടി എന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ച് വരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൾ അവിടെ ഞാൻ ഇവിടെ ഇരുന്ന് ഒന്നിച്ച് ലൈവ് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോളോവേഴ്സിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി എന്നുള്ള പേര് പോലും രേഷ്മയുടെ റീൽസിലൂടെയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് അവളിവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്കൊക്കെ അവളെ അറിയാം. അവളിവിടെ വന്ന് നിൽക്കാതെ ഞാനോട് സഹകരിക്കാതെ അറിയത്തില്ലല്ലോ. ഇപ്പം ആ റോഡ് മുക്കിൻ്റോട്ട് പോയ ഞങ്ങളവിടെ പലപ്പോഴും മണ്ണഞ്ചേരിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അറിയാം. ഇപ്പം പെരേരയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ഈ നാട്ടിലുള്ള പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു പെരേരയുടെ സത്യമാണോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഞാനോട്ട് കൂട്ടുണ്ടായിരുന്ന സമയത്തായിരുന്നു എനിക്ക് പറയായിരുന്നു. ഇപ്പൊ അവൾ എന്നെ വിളിക്കാറില്ല, കോണ്ടാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവൾ ഇവിടെ വന്ന് എൻ്റെ അടുക്കൽ നിന്ന് കുറച്ച് ഫോളോവേഴ്സിന് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവളൊരു പോക്ക് പോയി. ഇപ്പം നല്ല സ്ഥായിയുള്ള സ്നേഹബന്ധമായിരുന്നേ വീണ്ടും അത് പുലർന്നു പോയേനെ. അതിനവള് നിൽക്കാത്ത സ്ഥിതിക്ക് മറ്റുള്ളവരെ കൂടെ നിർത്തി റീച്ച് ഉണ്ടാക്കാൻ ഒരു പക്ഷെ അവള് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാനും അവളും തമ്മിൽ കൂട്ടായി നിന്നേനെ അല്ലേ? ഈ ശ്രീലക്ഷ്മിയുടെ കുവൈറ്റ് സ്റ്റോറി ഉണ്ടല്ലോ, അതിൽ എത്രമാത്രം സുഹൃത്തുക്കളായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ. അപ്പൊ അതില് എന്തുമാത്രം ജെന്യൂനിറ്റി ഉണ്ട്? കുവൈറ്റിലെ സ്റ്റോറി എന്നോടും എൻ്റെ ഫാമിലിയോടും പറഞ്ഞ് ഇവള് കുറെ അനുഭവിച്ചു അവിടെ കിടന്നു. ജീവിത സാഹചര്യം ഓരോന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരെൻ്റെ വീട്ടിലുള്ള അമ്മ അച്ഛൻ ഞങ്ങളെല്ലാരും പറഞ്ഞ് നീ എന്നാ പോവണ്ട, ഇവിടെ നിൽക്കുക. എന്നുവെച്ചാൽ അത്രയ്ക്ക് കൂട്ടായി. ഞങ്ങള് ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒരു കട്ടിലെല്ലാം ഒന്നിച്ച് ഞങ്ങൾ ഇവിടെ കിടന്നതാ. അപ്പൊ ഇവളിവിടെ വന്ന് നിന്ന് വീട്ടിലാണേലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പുറത്ത് പോയിട്ടുണ്ട്. അമ്മയൊക്കെ ആയിട്ട് ആലപ്പുഴയിലും അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഇവളുടെ സാഹചര്യവും പ്രശ്നങ്ങളും പറഞ്ഞപ്പം നമ്മൾ ഓൾറെഡി അതെല്ലാം വിശ്വസിക്കും. അവളുടെ സത്യമായിട്ടുള്ള ജീവിത കഥകളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ച് കേട്ടത് കൊണ്ട് ഇവളോട് ഞങ്ങൾ പറഞ്ഞ്. അന്നേരം ഇവള് ഓൾറെഡി ഞാനുമായിട്ട് കൂട്ടുള്ള സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇവള് വേറെ ജോലിക്കൊന്നും എൻ്റെ അറിവിൽ പോകുന്നില്ല. വല്ലപ്പോഴൊക്കെ ഫോട്ടോഷൂട്ട് കിട്ടും. ചിലപ്പം 5 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്, 5000 രൂപയൊക്കെ ആയിരിക്കും ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടുന്നത്. കൊളാബ് ചെയ്യും അങ്ങനൊക്കെ. അപ്പം വേറെ വരുമാന മാർഗ്ഗം ഇല്ല. ഇവള് എറണാകുളത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അവർക്ക് റെന്റ് കൊടുക്കണം, വാട്ടർ ബില്ല് കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ഫുഡ് വേണം. ഒരാള് എറണാകുളത്ത് താമസിച്ച് ജീവിക്കണമെങ്കിൽ പട്ടിണി കിടക്കണമെങ്കിൽ മിനിമം 500 രൂപ വേണം. ഇപ്പൊ 500 കൊണ്ടൊന്നും ആകത്തില്ല. അപ്പൊ ഇവൾക്ക് അതിനുള്ള വരുമാനമില്ല. അപ്പൊ ഇവളുടെ സാഹചര്യവും പ്രശ്നങ്ങളും കേട്ടത് കൊണ്ട് ഇവളിവിടെ വന്ന് നിന്നത് കൊണ്ടും ഞങ്ങളുമായിട്ട് നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു നീ എന്നാ എറണാകുളത്ത് പോകണ്ട, നീ ഇവിടെ നിന്നോ,
നീ വാടക തരണ്ട, കറണ്ട് ബില്ല് തരണ്ട, വാട്ടർ ബില്ല് തരണ്ട, ഒന്നും തരണ്ട. നീ ഇവിടെ നിന്നോ, നിനക്ക് വർക്കുള്ളപ്പോ നീ പൊയ്ക്കോ, അത് ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും ഒന്നും തരണ്ട, നിനക്ക് അതൊന്നും കൊടുക്കണ്ടല്ലോ. എറണാകുളത്ത് അവർക്ക് 9,000 രൂപ വാടക, 3,000 രൂപ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ ചെലവ്, ഗ്യാസ് എടുക്കണം, സ്വന്തമായിട്ടും വല്ലതൊക്കെ കഴിക്കുമോ, നമുക്കും ആവശ്യങ്ങളുണ്ടല്ലോ, ഫോൺ റീചാർജ്, ഇതിനൊക്കെ കാശ് വേണം. അപ്പൊ ഇതിനൊന്നും അതിനുള്ള വരുമാനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ നമ്മൾ കൊടുക്കാനോ ഒന്നും അല്ല അവള് പറഞ്ഞ, അവളുടെ സാഹചര്യം നമ്മളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് കേട്ടപ്പം വിഷമം തോന്നിയോണ്ട് പറഞ്ഞ്, നീ അന്ന് ഇവിടെ നിന്നോ, നീ ഒന്നും അവിടെ പോയി വെറുതെ എന്തിനാ വാടക കൊടുക്കുന്നത്, ഇവിടെ ഞങ്ങൾക്കൊന്നും തരണ്ട, ഉള്ളതിന്റെ പങ്ക് ഇവിടെ കഞ്ഞിയും വെള്ളമാണേലും അത് ഞങ്ങൾ കുടിക്കുന്ന കണക്ക് നിനക്കും തരാം, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു അതൊന്നും വേണ്ടടി, അങ്ങനെ വേണ്ട, അത് പിന്നെ ഉള്ള സ്നേഹബന്ധം പോകുമെന്ന്. അങ്ങനെ നമ്മൾ അതും ഒരു പരിധി ശരിയാണ്. നമ്മൾ കൂടുതൽ ഒരാളുമായിട്ട് ഭയങ്കര കൂട്ടുകൂടി നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ഒലച്ചിൽ സംഭവിക്കും. അതിലും നല്ലത് വല്ലപ്പോഴും ഉള്ള വിളിയോ പറച്ചിലോ കാണലോ, അതാണ് സ്നേഹബന്ധം നിലനിർത്തുന്നത് എപ്പോഴും. അപ്പൊ ഇവള് പറഞ്ഞു അത് വേണ്ട, എനിക്ക് എപ്പം വേണമെങ്കിലും ഇവിടോട്ട് വരാമല്ലോ, എനിക്ക് എപ്പം വേണം, നാളെ ആണെങ്കിലും പിന്നെ ആണെങ്കിലും എനിക്ക് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ 2 ദിവസം നിൽക്കാം, അല്ലെ ഒരാഴ്ച നിൽക്കാം, അങ്ങനെ മതി, ഇപ്പം വേണ്ട എന്നുള്ള രീതി ഇവള് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിന്റെ ഇഷ്ടം, നമുക്ക് പിന്നെ ഒരാളെ പറയുകയെന്നല്ലാതെ പാടിച്ചിരുത്തി നീ ഇവിടെ ഇരിക്കണം പോണ്ട എന്ന് പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അവളുടെ ഇഷ്ടം, നമ്മൾ പറയാനുള്ള പറഞ്ഞു, നിൽക്കുക എന്നുള്ളത് നിൽക്കാതിരിക്കും അവളുടെ ഇഷ്ടം. അന്നേരം ആ ടൈമിൽ ഇവള് കുവൈറ്റിലെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ അതാണെന്ന് A to Z വിശ്വസിച്ചു. പക്ഷേ എങ്കിൽ ഇവളുടെ കുവൈറ്റിലെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞ് FBക്കകത്തുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും സത്യമല്ലാന്ന്. ഈ പറഞ്ഞ കഥകളൊന്നും അല്ല അതിൻ്റെ അകത്തുള്ളത്. എന്നുവെച്ചാ ഇപ്പൊ ഒരാള്, ഇപ്പൊ എന്നെ പറ്റി ആണെങ്കിലും ഒരാൾ ഇപ്പൊ മോശമായിട്ട് പറഞ്ഞാല് 2 പേര് പറഞ്ഞാലും 3 പേര് പറഞ്ഞു, ഒരു പക്ഷെ വേണേൽ നമുക്ക് പറയാം നമ്മുടെ ശത്രുക്കളാണ്, അല്ലെ എന്നോട് വ്യക്തിവൈരാഗ്യം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ ഇഷ്ടമില്ലാത്തവരായതുകൊണ്ട് അവര് ചിലപ്പോ ഒരു പക്ഷെ എന്നെ ചെളിവാരിത്തേക്കാൻ പറഞ്ഞാന്ന്. ഇതൊന്നല്ല, അവളുടെ കമന്റിൽ മൊത്തം ഇവളെ പറ്റി മോശമായിട്ട് വെച്ചാ പച്ച തെറി വരെയാ പറയുന്നത്, തെറി അതിലപ്പുറമാണ് കമന്റ്. അപ്പൊ അത് കുവൈറ്റിലുള്ള പ്രവാസികളാണ് ഇവളെ നാട്ടിൽ കയറ്റി വിട്ടത്. ആവത്തിലുള്ള ആൾക്കാർ ലൈവ് വരെ വന്ന് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ലൈവ് വരെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടേക്കുന്നു. പിന്നെ ഇവള് ടിക്ടോക്ക് അവിടെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തെ കുറെ വീഡിയോസ് അത് ഇതൊക്കെ. അപ്പം ഈ സാധനങ്ങളൊക്കെ ആളുകൾ എല്ലാവരും ഒരാളെ അടച്ചിങ്ങനെ പറയുമ്പം അതിലെന്തെങ്കിലും സത്യമില്ലാതെ വരുമോ? അവിടെ ഉള്ളവർ തന്നെയാണ് ഇത് പറയുന്നത്. അവിടെയുള്ളവർ തന്നെ ഇവളെ പറ്റി മോശമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവള് പറഞ്ഞ ഞങ്ങളോട് വെച്ച സ്റ്റോറി വെച്ചിട്ട് അതല്ല ഇത്. അതില് ഓർത്തിരിക്കുന്ന ഒരു കമന്റ് എന്തായിരിക്കും? ഓർത്തിരിക്കുന്ന കമന്റ്, ഇവള് ടിക്ടോക്കിൽ അത്യാവശ്യം ഫെയിം ആയിട്ട് നിൽക്കുവായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു ടിക്ടോക്ക് ഉള്ള സമയത്ത്. അപ്പൊ ഇവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള കൊളാബ് ഇട്ടത് പലതും ദുബായിലൊക്കെ കിടന്ന് എയറിലാന്ന് ഇവള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെച്ചാ എന്റെ ഫോളോവർ അല്ല, അവളുടെ ദുബായിലുള്ള ഫ്രണ്ട്സ്. അപ്പൊ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി, കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാനുമായിട്ട് ഇവൾ ഒന്നിച്ചിട്ട റീൽസ് പലതും ഇവള് കൊളാബല്ലേ ഇട്ടേക്കുന്നത്, ഇവളുടെ ഐഡിയിൽ നിന്ന് അവരെടുത്തിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് എയറിലാക്കിയിട്ടേക്കുവാന്ന്. മനസ്സിലായോ? നിന്റെ എന്റെയും കൂടെ ഇതൊക്കെ കിടന്ന് അവിടെ കിടന്ന് എയറായി കിടക്കും, നമ്മളൊക്കെ ഇപ്പൊ പറന്ന് നടക്കും അവിടെ എന്നൊക്കെ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എന്നൊക്കെ. അന്നേരം ഞങ്ങൾ ഒന്നിച്ച് വയറൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് പറഞ്ഞില്ല, ഇവളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാണിച്ച അതിനൊക്കെ ബാഡ് കമന്റ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് ആ ടൈമിൽ പറഞ്ഞായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഇവളാണെങ്കിൽ ടിക്ടോക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അറബി എന്ന വീട്ടിൽ എന്താ ഫുഡില്ല, സാലറി ഇല്ല, അല്ലാതെ മേലുപദ്രവിപ്പിക്കും, വേറെ രീതിയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഇവള് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ അവളോട് പേഴ്സണലി എന്നിട്ട് ഞാൻ ചോദിച്ചില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോഴും എന്റെ മനസ്സിലത് ചോദിച്ചിന്നവാ. ഇവള് ടിക്ടോക്കിൽ വൈറലായിട്ട് റീൽസ് ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അവിടെ ഇവക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൾക്ക് അന്ന് ആരും, ഞാൻ അതും കണ്ടു, ഇവളുടെ ഇന്റർവ്യൂകൾ പലതും കണ്ടിട്ടുണ്ട്, ആരും അങ്ങനെ ഒരു ചോദ്യം ഇവളോട് ചോദിച്ചിട്ടുമില്ല. ഇവള് ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് റീൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറലായ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന എന്നെ ഒരിടത്ത് പൂട്ടിയിട്ടേക്കോ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഞാൻ ഒരിടത്ത് കിടക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ലൈവിൽ വരാമല്ലോ. ലൈവിൽ വന്നിട്ട് പറയാം ഞാൻ ഇന്നടത്ത് അകപ്പെട്ട് കിടക്കുമോ, എന്നെ രക്ഷിക്കണം, ഞാനിവിടെ ഇതാന്ന് പറയായിരുന്നല്ലോ. ഇവൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഇവളുടെ ഇന്റർവ്യൂവിനുള്ള ആരും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇവള് ടിക്ടോക്കിൽ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇവർക്ക് ലൈവിൽ വന്ന് പറയാലോ, അവിടുന്ന് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കണം, ഞാൻ ഇന്നടത്ത് അകപ്പെട്ട് കിടക്കുക, എന്നെ ഇവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഫുഡ് തരുന്നില്ല, ഇവക്കൊരു വർത്താനം പറയുമായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതിലുള്ളവർ വന്ന് രക്ഷിക്കത്തില്ലായിരുന്നോ? ഇവള് പറഞ്ഞിട്ടില്ല, 1. പിന്നെ 2, ഇവള് അവിടെ അറബിയുടെ വീട്ടിൽ അവരിൽ നിന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ടും
ഇതൊക്കെ പീഡനങ്ങളും ആഹാരം ഇല്ലാതെയൊക്കെ ഏക്കുമായിരുന്നെങ്കിലില്ലേ ഇവൾക്ക് അവിടെ നിന്ന് ടിക്ടോക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ തന്നോട് ചോദിക്കുവോ, നോർമലി ചോദിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് എന്റെ അറിവിൽ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരിടത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്, എനിക്ക് ഫോൺ എടുത്ത് പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വരെ ചിലപ്പോൾ അവരോട് ടൈമിങ് തരും, ഇപ്പം വീട്ടിൽ വിളിക്കണമെങ്കിൽ. ഇവളവിടെ ടിക്ടോക്ക് ചെയ്ത് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്തുവാണ് അന്നേരം കുവൈറ്റിൽ അനുഭവിച്ചത്? അതെന്റെ മനസ്സിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയും. പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇവളുടെ ഇന്റർവ്യൂകൾ വന്നപ്പോ മുതൽ എന്റെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ എന്നോട് പറഞ്ഞ കഥകളല്ല ഇന്റർവ്യൂവിന്റെ അകത്ത് കമന്റ്സിലും ഒന്നും വരുന്നത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഉപദ്രവവും ഇതൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നല്ല ഇപ്പൊ എവിടാണേലും. ഇപ്പൊ നാട്ടിലാണെങ്കിലും എന്നെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുവാ. എന്റെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ പൂട്ടിയിട്ടേക്കുവാ, കഴിക്കണ്ട കുടിക്കണ്ട ഒന്നും തരാതെ ഇട്ടേക്കുവാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഫോൺ കിട്ടുവോ? അങ്ങനെ കിട്ടത്തില്ല. അന്നേരം ഇവൾ ആ ടൈമിൽ ടിക്ടോക്ക് ചെയ്ത് കമന്റിന്റെ അകത്ത് ഇവള് ഈ അറബിയുടെ വീട്ടിൽ നിന്ന് പുറത്തെങ്ങാണ്ട് എനിക്ക് വന്ന് സാധനം മേടിക്കാൻ പോയതാന്ന് തോന്നുന്നു. സാധനം മേടിക്കാൻ പോയിട്ട് സാധനമായിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കാറ്, ഒരു 2 ചെറുക്കന്മാരും ഒരു പെണ്ണും കൂടെ വന്നിട്ട് ടിക്ടോക്കിലെ ഫ്രണ്ട്സ് ആണ്. ശ്രീകുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവള് ആ അകത്തോട്ട് കയറുന്നതിന്റെ അവിടെ നിന്ന് ഓടി തിരിച്ചു വന്നിട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു, എന്നിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇവള് കയറിപ്പോന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത്രയ്ക്ക് ഫ്രീഡം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവൾ അങ്ങനെ വന്നത്, അല്ലെങ്കിൽ വരാൻ പറ്റുമോ? നോർമലി കേൾക്കുന്നവർക്ക് എനിക്കറിഞ്ഞൂടെ എന്ത് ആ മനുഷ്യന്മാരാണെന്ന്. ഇങ്ങനത്തെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയും, എന്താ ഇവരിങ്ങനെ ചോദിക്കാത്തത്? അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവൾക്ക് എപ്പോഴേ പോരായിരുന്നു. പിന്നെ ജയിലിൽ കിടന്നു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവള് അറബിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് ഒരു പഞ്ചാബിയുടെ അടുക്ക ചെന്ന് ഓടിച്ചെന്ന് അയാൾ പിടിച്ചൊരു കാറ കയറ്റിക്കൊണ്ട് പോയി. ഇവളുടെ ചേട്ടത്തി ഏതോ ഒരു ചേച്ചിയുണ്ട് ഇവക്ക്, ആ പുള്ളിക്കാരിയുടെ മുഖേന കണ്ടാ വന്നത്, കുവൈറ്റിൽ തന്നെ. ആ ചേച്ചിയുടെ അവിടെ ആക്കി കഴിഞ്ഞപ്പോ അറബിയൊക്കെ വീട്ടിൽ നിന്ന് അവിടുത്തെ ജോലിക്കാരി പോയെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് അന്വേഷിച്ച് ഈ ചേട്ടത്തിയുടെ വീട്ടിൽ അവര് വന്ന് പോലീസുകാർ വന്നപ്പം അറബിയും ഭാര്യയും ഒക്കെ വന്ന് ഇവളെ കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല, പാസ്പോർട്ട് അവറയിലിരിക്കുക. അപ്പൊ ഈ ചേട്ടത്തി അപ്പം പറഞ്ഞതാ, എടി നീ പോവണ്ട, നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിയട്ടെ നാട്ടിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ട് ഈ അറബിയും ഇവരും പോലീസുകാരും വന്നപ്പം അവരുടെ വാക്ക് കേട്ട് ഇവളെ കൊണ്ട് നല്ല രീതിയിൽ നോക്കാമെന്നും പറഞ്ഞപ്പം ഇവൾ അവരുടെ വാക്കും കേട്ട് വീണ്ടും അറബിയുടെ കൂടെ പോയി. അങ്ങനെ പോകേണ്ട കാര്യമുണ്ട് ഇവള്? അത് ഇവള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ കൂടെ പോയെങ്കിലും ഇവളെ കൂട്ടിക്കൊണ്ട് പോയത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കുവൈറ്റിലെ ജയിലിലോട്ടാ കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച ഒരു ജയിലിൽ കിടന്ന് അവിടുന്ന് പിന്നെ വേറൊരിടത്തോട്ട് ഒരാഴ്ചയല്ല, ആദ്യം കൊണ്ടുപോയി ഒരാഴ്ച കിടന്നില്ലെന്ന് തോന്നുന്നു. ഒരാഴ്ച ഒരിടത്ത് കിടന്ന് അവിടുന്ന് പിന്നെ വേറൊരിടത്തോട്ട്, അതായത് അവള് പറയുന്നത് കേട്ട് മരുഭൂമിയാ മൊത്തം. അവിടെ ഇങ്ങനെ ജയില് പോലെ തടങ്കല് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കിടന്ന് അവിടുന്ന് പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ സ്ഥലത്തോട്ടാക്കി. അവിടെയൊക്കെ കുറെ പെണ്ണുങ്ങളുണ്ടെന്ന്, മലയാളീസ് അല്ല പല രാജ്യക്കാരിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് അവിടെ എന്തുവാ അവര് മറ്റേ ഈ മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം, അങ്ങനെ ആ ഗുരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കണ്ണ് കാണാതെ കിടക്കുമല്ലോ, അത് കണക്ക് കുറെ സ്ത്രീകൾ ഇങ്ങനെ അട്ടിയടിക്ക് ഇങ്ങനെ പ്രായം ചെന്നും ഒത്തിരി ആൾക്കാർ കിടക്കുവാന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ ഗൾഫ് കണ്ടിട്ടില്ല, പുറത്തോട്ട് പോയിട്ടില്ല. അപ്പം പിന്നെ നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം നമ്മളോട് പറയുന്നത് നമ്മളത് വിശ്വസിക്കാതിരിക്കാൻ വേറെ നിവർത്തിയില്ല. അങ്ങനെയുള്ളിടത്തുനിന്ന് പിന്നെ പോലീസുകാർ വന്നിട്ട് അന്നേരം ഇവരെ ഗൾഫിൽ കൊണ്ടുപോകുന്ന ഏജന്റ് ഉണ്ടല്ലോ, അങ്ങനെ ഏജന്റുമാര് ഇങ്ങനെ കുറെ സ്ത്രീകളെ പുറത്ത്, അതായത് നാട്ടിൽ കയറ്റി വിടാനായിട്ടുള്ള എന്തോ ഒരു ഓർഡർ വന്ന കൂട്ടത്തിൽ ഇവള് ഗൾഫിൽ നിന്ന അറബിയുടെ അച്ഛനാണ് അവിടുത്തെ സ്പോൺസർ. സത്യത്തിൽ ഇവളെ ഉപദ്രവിക്കുന്ന അറബിയുടെ ഫാദറാണ് ഇവിടെ സ്പോൺസർ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജോലിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കാതെ തല്ലുവോ അടിക്കോ ഇഷ്ടംപോലെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അടിച്ച് ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഇവളെ. പിന്നെ തലയെ വെക്കുന്ന മറ്റു സാധനമുണ്ട്, അതും വെച്ചൊക്കെ പുറത്തടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതെല്ലാം ചെയ്ത് അന്നേരം ഈ അറബിയുടെ മകനാ, മനസ്സിലായോ? സ്പോൺസർ അപ്പോഴും ഈ ഉപദ്രവിക്കുന്ന അറബിയുടെ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചു പേരെ അന്നേരം നാട്ടിൽ കയറ്റി വിടുന്ന പ്രശ്നം വന്നപ്പം ഈ സ്പോൺസർ ആയിട്ടുള്ള ഈ പുള്ളിക്കാരൻ അന്ന് ഇവിടെ പാസ്പോർട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടാണ് പിന്നെ പ്രവാസികളൊക്കെ ഹെൽപ്പ് ചെയ്ത് കാണും. അങ്ങനെയാണ് ഇവളെ നാട്ടിൽ കയറ്റി വിട്ട് ഇവിടെ വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മലയാളിസിന്റെ ഒരു ഹോട്ടലിൽ വെയിട്രസ് ആയിട്ട് ഇവള് ദുബായി ജോലിക്ക് പോയി. അവിടെ 1 ഇയർ നിന്ന് പിന്നെ അവിടുന്ന് ഇവള് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം മൂത്ത് തിരിച്ച് നാട്ടിൽ വന്നു. ഇവള് എറണാകുളത്ത് താമസിക്കുന്നു.
അങ്ങനാണ് എന്നോട് പറഞ്ഞ കഥ. പക്ഷെ അങ്ങനെ വന്ന മീഡിയ ഇതിന്റെ അകത്ത് വന്നപ്പോ അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. കമന്റ്സും അവള് പറഞ്ഞതും വെച്ചിട്ട്. പിന്നെ എനിക്കിപ്പോ അത് തിരക്കേണ്ട ആവശ്യമില്ല. അവളുടെ പേഴ്സണൽ ലൈഫാണ്. അത് നമുക്കിപ്പം ചോദിക്കുകയോ പറയുകയോ. ഇപ്പൊ ഇങ്ങനെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ട് ഇതാണ്. എത്രത്തോളം സത്യസന്ധമാണ്, എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന എക്സ്പോസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ആണല്ലോ. അപ്പൊ അതില് കമന്റ് സെക്ഷനില് കുറെ വൾഗർ ആയിട്ടുള്ള കമന്റ് വരുമായിരിക്കും. ചിലപ്പം വരുമല്ലോ. അത് സോഷ്യൽ മീഡിയ ആണ്. ഞാനിപ്പം ആരും കുറ്റം പറയുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും കാണാനും വേണ്ടി ഇടുന്നതാ. അതിപ്പം യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ എല്ലാവർക്കും കാണാനും വേണ്ടി റീച്ച് കിട്ടാനും വേണ്ടി ഇടുന്ന. അപ്പം ഞാനിപ്പം വൾഗറായിട്ട് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ട് ഒരു റീൽസ് ഇടുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള കാണുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അഭിപ്രായം പറയാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന് ചിലര് മോശം പറയും, ചിലര് നല്ലത് പറയും. നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ, ആണുങ്ങളെ വഴിതെറ്റിക്കാനാണോ, അങ്ങനെ പല കമന്റുകളും വരാറുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, മന്ത്ലി എനിക്ക് പേയ്മെന്റ് കിട്ടാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എനിക്കിപ്പം നമ്മളിപ്പം വെറുതെ ഇട്ട് ആളുകളെ കൊണ്ട് ചീറ്റാൻ കേൾക്കുമല്ലോ. എനിക്ക് അകത്തുനിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം പറയുന്നവര് പറഞ്ഞോട്ടെ, ഞാനത് മൈൻഡ് ആക്കുന്നില്ല. ഞാൻ എന്റെ റൂട്ടിലൂടെ അങ്ങ് പോകുന്നു. പിന്നെ ഈ പറഞ്ഞാണേലും പിന്നെ പേരായിട്ട് ഞാൻ എങ്ങും പോയി ആണുങ്ങളുമായിട്ട് ചെയ്യുന്നില്ലല്ലോ. സ്വന്തമായിട്ട് ഞാനിപ്പോ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ വേറൊരു പുരുഷനുമായിട്ട് ചെയ്ത് പിടിക്കുമ്പോഴോ കെട്ടിപ്പിടിക്കുമ്പോഴോ ഒക്കെ ആണല്ലോ കൂടുതൽ ഇത് വരുന്നത്. ഇതിപ്പോ ആ രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഇനിയിപ്പം ഇതിന് ഇപ്പൊ അവര് പറയുന്നവര് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, എനിക്ക് വിഷയമില്ല. കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ചിലതൊക്കെ തീരെ നിവർത്തിയില്ലാതെ തന്നെ മറുപടി കൊടുക്കും. ചിലത് മലയാളികളാണോ കൂടുതൽ? കൂടുതലും മല്ലു ഫോളോവേഴ്സ് ആണുള്ളത്. ലൈംഗിക ദാരിദ്ര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ കേരളം? ആർക്കാ? കേരളത്തിൽ. അത് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പേഴ്സണലി പല മെസ്സേജുകൾ വരാറുണ്ട്. അത് ദാരിദ്ര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. കമന്റ് സെക്ഷൻ അല്ലാതെ പേഴ്സണൽ മെസ്സേജും വരാറുണ്ട്. വരാറുണ്ട്. ഞാൻ പിന്നെ മെസ്സേജുകൾ അങ്ങനെ അല്ലാതെ പേഴ്സണലി നോക്കത്തില്ല. വെച്ചാ യുവതി കുറെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മെസ്സേജ്. സിനിമയിലൊക്കെയാണ് നമ്മൾ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എക്സ്പോസ് ചെയ്ത് റീൽസ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. എന്നെക്കാളും കൂടുതൽ ചെയ്യുന്നവർ കാണും. ഈ ഇൻസ്റ്റാഗ്രാമിൽ സത്യം പറഞ്ഞ ID പോലും ഇവർക്ക് കാണത്തില്ല. ഈ കോണ്ടാക്ട് മെസ്സേജ് ചെയ്യുന്നവർക്ക് ID പോലും കാണത്തില്ല. ഒരു പേര് കാണും, പ്രൊഫൈൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ല, ഫോളോവേഴ്സ് ഉണ്ടോ ഇല്ല, ഫോളോ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഒന്നും കാണത്തില്ല. പക്ഷെ ഇവര് മെസ്സേജ് ചെയ്തിട്ട് പറയും, ഒരു സിനിമയുടെ വർക്കുണ്ടോ, ഞാൻ ഇന്ന കാസ്റ്റിംഗിന്നാണ് വിളിക്കുന്നത്, താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ അയക്കും. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായോ? അതായത് പെണ്ണുങ്ങളെ വളയ്ക്കാനും വേണ്ടിയിട്ട് സിനിമ ഫീൽഡ് കൂടെ പിടിച്ചിട്ട്, അല്ലെ ഞാൻ കാസ്റ്റിംഗ് ആണ്, അല്ല ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയിട്ട് തന്നെ കുറെ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ഉണ്ട്. പിന്നെ അനുഭവത്തിലൊന്നും ഇല്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല സിനിമയ്ക്ക്. വിളിക്കാറുണ്ട്. ഉണ്ട്. മെസ്സേജ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ചെയ്ത വല്ല വർക്കുകളുണ്ടോ, അല്ലെ നിങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവിയില്ല അനക്കുമില്ല, അവർ ഈ പരിസരത്തോടെ വരത്തില്ല. അപ്പൊ അത് ഫേക്കാൻ നമുക്ക് മനസ്സിലാകുമല്ലോ. പിന്നെ സിനിമയുടെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രൊഡക്ഷൻ കമ്പനിയാ, ഏത് ഡയറക്ടറാ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊന്നുമില്ല. ഇൻ കേസ് ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞാൽ, ഇപ്പം എനിക്ക് തിരക്കാനുള്ള സ്കോപ്പ് അതിനുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ തിരക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ ഇവർക്കത് പണിയാകും. അത് കാരണം പ്രൊഡക്ഷൻ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയത്തില്ല. ഇവരെ ഇൻസ്റ്റയുടെ കറക്റ്റ് ID പോലും ഇവര് തരത്തില്ല. ചിലര് കോണ്ടാക്ട് നമ്പർ തരത്തില്ല. ഈ ഇൻസ്റ്റയിൽ കിടന്ന് മാത്രം മെസ്സേജ് അയക്കും. എന്നാ വർക്ക് ജെന്യുവൻ ആണെങ്കിൽ കോണ്ടാക്ട് നമ്പർ തരാൻ ചോദിക്കുമ്പോൾ തരൂല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ ഫേക്കാന്ന്. ഇതിപ്പോ സോഷ്യൽ മീഡിയ വരുന്ന ഒരു കമന്റ് ആണ്, ഇതിപ്പോ റീച്ച് കിട്ടാൻ നമ്മൾ എക്സ്പോസ് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സ്പോസ് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു പറഞ്ഞാലും ഇപ്പം ഞാനിപ്പം ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് 2021 തുടങ്ങിയതാ. അന്ന് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, തുണിക്കട ജോലി ചെയ്തോണ്ടിരിക്കുക, സെയിൽസ് ഗേളായിട്ട്. ആ സമയത്ത് ചെയ്യുന്നില്ല എന്നല്ല, നോർമലി ചെയ്യുന്നുണ്ട്, റീൽസ് ഇടുന്നുണ്ട്. നമ്മൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നിർത്തിയെടുക്കും, ഇങ്ങനെ നിന്ന് റീൽസ് എടുക്കും. ഇത്ര പോർഷനേ കാണത്തുള്ളൂ. ഇങ്ങനെ നിന്ന് നമ്മൾ ഏതെങ്കിലും പാട്ട് ലിപ് മൂവ്മെന്റ് ചെയ്ത് അത്രേ ഉള്ളൂ റീൽസ്. അങ്ങനെ 2021 മുതൽ ഈ 2024 വരെ ലാസ്റ്റ് വരെ ഞാൻ ഒരു 550 റീൽസ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്ന 700-800.
അതിന്റെ അപ്പുറം ഒരു മനുഷ്യനും കാണാൻ 1000 പോലും തികയത്തില്ല. പിന്നെ പൊട്ടൻ ലോട്ടറി അടിച്ചാണെങ്കിൽ ഏത് ഒരെണ്ണം 2 അങ്ങാണ്ട് 3000 വന്നിട്ടുണ്ട് ആ ടൈമിൽ. ഈ 24 വരെയുള്ള റീൽസ് ഇട്ടതിന്റെ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇടുന്നതില്ല, വല്ലപ്പോഴും ഒക്കെ ഇടത്തുള്ളൂ. അതിനകത്ത് ലൈക്ക് വരുന്നത് 150 മുകളിലില്ല, 100 താഴെ, ചിലപ്പോൾ 3, 4, 8, 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 120 ഇത്രയൊക്കെ ലൈക്കുള്ളൂ. കമന്റും ആരെങ്കിലുമൊക്കെ ഹാർട്ട് എന്തെങ്കിലും 2, 3, 5, 10 കമന്റ് കാണും. ആ സമയത്ത് 10 കമന്റ് എനിക്ക് വന്നു കഴിഞ്ഞാൽ 10 കമന്റിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നോക്കുമ്പോൾ 20 കമന്റ് ആകും. മനസ്സിലായോ? അങ്ങനെ ഞാൻ ഇട്ട ഒരു ടൈം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് വൾഗാരിറ്റി ഒന്നും കാണിക്കാതെ നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് മാന്യതയിലാണ് നമ്മൾ റീൽസ് എടുത്തത്. അന്ന് ഒരു മനുഷ്യന് ഇതൊന്നും കാണണ്ട. എനിക്കും ഈ പറഞ്ഞ കണക്ക് ഈ 2024 ഡിസംബർ വരെ ആയിട്ട് 10,500 ഫോളോവേഴ്സേ ഉള്ളു എനിക്ക്. ഞാൻ ജനുവരിയിൽ അന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു റീൽസ് ഞാൻ ഇട്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ സാരി ഉടുത്തിട്ടാണ് വന്നത്. സാരി ഉടുത്തിട്ട് ഇവിടെ വന്ന് റിംഗ് ലൈറ്റും സ്റ്റാൻഡെല്ലാം വെച്ച് ഫോണൊക്കെ വെച്ച് ഒരു റീൽസ് എടുത്ത് എൻ്റെ കൂട്ടത്തിൽ സാരി ഇങ്ങനെ മടക്കി കുത്തുന്ന സമയത്ത് എൻ്റെ വയറും പുക്കിളും ചെറുതായിട്ടൊന്ന് കണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതല്ല, ഓട്ടോമാറ്റിക്കലി ചെയ്തപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അതിൻ്റെ എന്തോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കുപ്പിവള കയ്യാലെന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ അങ്ങനെ എന്തോ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അത് ഇത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടു നോക്കിയപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്ത് കറക്റ്റ് 2 ദിവസം കൊണ്ട് അത് 2.5 ലക്ഷം വ്യൂസ് കയറി. 2.5 ലക്ഷം. അതിൻ്റെ അകത്ത് എല്ലാം എൻ്റെ പുക്കിളിനാണ് നേവൽ സൂപ്പർ ഇത് തന്നെയാണ് കമന്റ് വന്നേക്കുന്നത്. അപ്പം ആ ഒറ്റ റീൽസ് 2.5 ലക്ഷം വ്യൂസും കയറി. എനിക്ക് ഒരു ദിവസം തന്നെ 5000 ഫോളോവേഴ്സ് കയറിയിട്ടുള്ള ദിവസമുണ്ട്. ചെയ്ത് റീൽസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നാണക്കേടില്ല പറയുന്നതിൽ. ഞാനത് ചെയ്യുന്നതാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് വന്നിട്ടുള്ളതും പെട്ടെന്ന് ഓർക്കാനുള്ളത് നേവൽ സൂപ്പർ ആണെന്നുള്ള കമന്റ് ആണ് കൂടുതൽ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് രേഷ്മയുടെ നേവല് പൊളിയാണ്, മറ്റുള്ളവരുടെ കണക്കല്ല. ചില നടിമാരെയൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ജയഭാരതി, പിന്നെ എന്തോ വേറെ ഒരു നടിയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ഫോളോവേഴ്സ് ആണ്, ഫാൻസ് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നേവൽ സൂപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ മുടിക്ക് കുറെ ഇതുണ്ട്. നിങ്ങൾക്ക് വല്ല ജോലിക്കും പോയി കാശുണ്ടാക്കി ഇവിടെ, അല്ലാതെ ഈ വയറും പൊക്കിളും എല്ലാം കാണിച്ചോണ്ട് ഈ ഇൻസ്റ്റയിൽ വന്ന് ഇപ്പൊ പുതിയ തലമുറയ്ക്ക് എന്താണ് സന്ദേശം കൊടുക്കുന്നത്? നിങ്ങൾ എന്തുവാ ഇത് ഒരു ചോദ്യം ചോദിച്ചാൽ ഇത്ര റൈസാന്റെ കാര്യം അല്ല. നീ പിന്നെ എന്റെ റീൽസ് വേണ്ടിയൊന്നും കണ്ടിട്ടില്ല നീ വന്നത്. നീ ആണെങ്കിൽ പിന്നെ എന്തുണ്ടാക്കാനായിട്ടാ നീ ഇവിടോട്ട് പിന്നെ വന്നത്? എന്നെ ഒന്നും വേണ്ട, നീ ഇറങ്ങി പോകാൻ നോക്കും. അല്ല, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. എന്ത് ക്വസ്റ്റ്യൻ? നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് എന്റെ ഇതിന്റെ എന്ത് എടുക്കാനായിട്ടാണ് നിങ്ങൾ വന്നത്? ഇത് അല്ല, ഇത് മൊത്തത്തിൽ ഒരു തലമുറക്ക് വരുന്ന ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. ആ ഡൗട്ടുകൾ അങ്ങനെ പലതും തുണി ഊരി കാണിക്കുന്നുണ്ട്. അവരൊക്കെ നീയൊക്കെ എടുക്കാൻ പോകുമോ? അല്ല, ഇതിപ്പം ഇൻസ്റ്റയിൽ വന്ന ഒരു നിങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കാണിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ കാണിക്കുന്നത്. പിന്നെ ആര് കാണിക്കുന്നുണ്ട്? എത്ര ആൾക്കാർ കാണിക്കുന്നവരുണ്ട്. അപ്പൊ സ്വയം ഒരു വ്യക്തിത്വം ഇല്ലെന്നാണ് പറയുന്നത്? വ്യക്തിത്വം ഇല്ലെന്നല്ലേ, എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിൽ റീച്ച് ഉണ്ടാക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടി നടക്കുന്നത്. ഞാൻ എന്തെങ്കിലും പുറത്ത് പോകുന്നില്ല. ഞാൻ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർ കാണാൻ, ഇല്ലാത്തൊരു സ്ക്രോൾ അടിച്ച് വിടുക, സ്കിപ്പ് ചെയ്ത് വിടുക. ഞാൻ ആരോടും നിർബന്ധിച്ചില്ലല്ലോ എന്റെ വന്ന് കാണണം, അല്ലെ എനിക്ക് ഇതുകൊണ്ട് വർക്ക് കിട്ടണം, അല്ലെ തരണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ ഇൻസ്റ്റയിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും കാണാം, അല്ലാതെ കാണണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഫീഡിലൊക്കെ ഇഷ്ടമില്ലെങ്കിൽ അത് എന്ത് ഇങ്ങനെ ഫീഡിൽ വരുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു കമന്റ് വന്നത് ചോദിച്ചു, അത് ചോദിച്ച് കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിക്കാതെ എനിക്ക് എന്താ ഇത്ര ഞാൻ എന്റെ വീട്ടിലോട്ട് വന്ന ഇന്റർവ്യൂന് ഇല്ലല്ലോ വന്നില്ലല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇന്റർവ്യൂ ചോദിച്ചിട്ട് എന്നെ നാണം കെടുത്ത രീതി പറയുന്നത് എനിക്ക് ഒരു ഇന്റർവ്യൂ എടുക്കണം.